കൊണ്ടെൻ്റെയുള്ളം നന്ദി നിറയുന്നെൻ സന്നാഹമോടെ സ്തുതി പാടിടുന്നേ ദേവസന്നാഹമോടെ സ്തുതി പാടിടുന്നേ പാപത്തിൽ നിന്നു എന്നെ കോരിയെടുപ്പാനായി ശാപ ശിക്ഷകളേറ്റ ദേവാത്മജ മഹാശാപ ശിക്ഷകളേറ്റ ദേവാത്മജ എന്നെ അൻപോടു ദിനം തോറും നടത്തുന്ന പുണ്യടയനന്തം വന്ദനമേ എൻ്റെ പുണ്യടയനന്തം വന്ദനമേ അന്ത്യം വരെയും എന്നെ കാവൽ ചെയ്തിടുവാനന്ദിക്കെയുള്ള മഹൽ ശക്തി നീയേ നാഥ അന്തിക്കെയുള്ള മഹൽ ശക്തി നീയേ താതൻ സന്നിധിയിലെൻ പേർക്കു സദാ പക്ഷവാദം ചെയ്യുന്ന മമ ജീവനാഥ പക്ഷവാദം ചെയ്യുന്ന മമ ജീവനാഥ കുറ്റം കൂടാതെ എന്നെ തേജസ്സിൻ മുൻപാകെ മുറ്റും നീറുത്താൻ കഴിവുള്ളവനെ എന്നെ മുറ്റും നീറുത്താൻ കഴിവുള്ളവനെ മണ്ണിടത്തിലടിയാർ ജീവിക്കും നാളെന്നും വന്ദനം ചെയ്യും തിരുനാമത്തിന് ദേവവന്ദനം ചെയ്യും തിരുനാമത്തിന് എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാനെന്തോ ചെയ്യേണ്ടു നിനക്കേശുപര ഇപ്പോൾ എന്തോ ചെയ്യേണ്ടു നിനക്കേശുപര നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ നിന്റെ ഹിതം പോലെയല്ലേ എൻ പിതാവേ എൻ യഹോവേ നിന്റെ ഹിതം
അന്ധകാരഭീതികളോ അപ്പനെ പ്രകാശങ്ങളോ എന്തോ നീ കൽപ്പിച്ചിടുന്നു എല്ലാം എനിക്കാശീർവാദം നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. ഏതു ഗുണമെന്നറിവാൻ എല്ലാ ജ്ഞാനം എന്നിൽ നാഥ നിൻ തിരുനാമം നിമിത്തം നീതിമാർഗ്ഗത്തിൽ തിരിച്ചു നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. അഗ്നിമേഘത്തൂണുകളാൽ അടിയാനെ എന്നും നടത്തി അനുദിനം കൂടെയിരുന്നു അപ്പനെ കടാക്ഷിക്കുക നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. പഴയ നിയമം വായിക്കാനുണ്ട്. പുറപ്പാട് പുസ്തകം 24. അവൻ പിന്നെയും മോശയോട്, നീയും അഹരോനും നാദാബും അബീഹവും ഇസ്രായേൽ മൂപ്പന്മാരിൽ 70 പേരും യഹോവയുടെ അടുക്കൽ കയറി വന്ന് ദൂരത്തു നിന്ന് നമസ്കരിപ്പീൻ. മോശ മാത്രം യഹോവയ്ക്ക് അടുത്ത് വരട്ടെ, അവർ അടുത്ത് വരരുത്, ജനം അവനോടുകൂടി കയറി വരികയും അരുത് എന്ന് കൽപ്പിച്ചു. എന്നാറേ മോശ വന്ന് യഹോവയുടെ വചനങ്ങളും ന്യായങ്ങളും എല്ലാം ജനത്തെ അറിയിച്ചു. യഹോവ കൽപ്പിച്ച സകല കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുമെന്ന് ജനമൊക്കെയും ശബ്ദത്തോടെ ഉത്തരം പറഞ്ഞു. മോശ യഹോവയുടെ വചനങ്ങളൊക്കെയും എഴുതി അധികാരത്ത് എഴുന്നേറ്റ് പർവ്വതത്തിൻ്റെ അടിവാരത്ത് ഒരു യാഗപീഠവും ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളുടെ സംഖ്യയ്ക്ക് ഒത്തവണ്ണം 12 തൂണും പണിതു. പിന്നെ അവൻ ഇസ്രായേൽ മക്കൾ ചില ബാല്യക്കാരെ അയച്ചു. അവർ ഹോമയാഗങ്ങളെ കഴിച്ച് യഹോവയ്ക്ക് സമാധാനയാഗങ്ങൾക്കായി കാളകളെയും അർപ്പിച്ചു. മോശെ രക്തത്തിൽ പാതി എടുത്ത് പാത്രങ്ങളിൽ ഒഴിച്ചു. രക്തത്തിൽ പാതി യാഗപീഠത്തിന്മേൽ തളിച്ചു. അവൻ നിയമപുസ്തകം എടുത്ത് ജനം കേൾക്കെ വായിച്ചു. യഹോവ കൽപ്പിച്ചൊക്കെയും ഞങ്ങൾ അനുസരിച്ച് നടക്കുമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ മോശ രക്തം എടുത്ത് ജനത്തിന്മേൽ തളിച്ചു. ഈ സകല വചനങ്ങളും ആധാരമാക്കി യഹോവ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിൻ്റെ രക്തം ഇതാ എന്ന് പറഞ്ഞു. അനന്തരം മോശയും അഹരോനും നാദാബും അബീഹവും ഇസ്രായേൽ മൂപ്പന്മാരിൽ 70 പേരും കൂടെ കയറിച്ചെന്നു. അവർ ഇസ്രായേലിൻ്റെ ദൈവത്തെ കണ്ടു. അവൻ്റെ പാദങ്ങൾക്ക് കീഴെ നീലക്കല്ല് പടുത്ത തളം പോലെയും ആകാശത്തിൻ്റെ സ്വച്ഛത പോലെയുമായിരുന്നു. ഇസ്രായേൽ മക്കളുടെ പ്രമാണികൾക്ക് തൃക്കയ്യാലൊന്നും ഭവിച്ചില്ല. അവർ ദൈവത്തെ കണ്ട് ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. പിന്നെ യഹോവ മോശയോട്, നീ എൻ്റെ അടുക്കൽ പർവ്വതത്തിൽ കയറി വന്ന് അവിടെ ഇരിക്കാൻ ഞാൻ നിനക്ക് കൽപ്പലകളും നീ അവരെ ഉപദേശിക്കേണ്ടതിന് ഞാൻ എഴുതിയ ന്യായ പ്രമാണവും കൽപ്പനകളും തരുമെന്ന് അരുളി ചെയ്തു. അങ്ങനെ മോശയും അവൻ്റെ ശുശ്രൂഷക്കാരനായ യോശുവ എഴുന്നേറ്റു. മോശ ദൈവത്തിൻ്റെ പർവ്വതത്തിൽ കയറി. അവൻ മൂപ്പന്മാരോട്, ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുവോളം ഇവിടെ താമസിപ്പീൻ. അഹരോനും ഹൂരും നിങ്ങളോടുകൂടെ ഉണ്ടല്ലോ. ആർക്കെങ്കിലും വല്ല കാര്യമുണ്ടായാൽ അവൻ അവരുടെ അടുക്കൽ ചെല്ലട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ മോശ പർവ്വതത്തിൽ കയറിപ്പോയി. ഒരു മേഘം പർവ്വതത്തെ മൂടി.
യഹോവയുടെ തേജസ്സും സീനായി പർവ്വതത്തിൽ താമസിച്ചു. മേഘം 6 ദിവസം അതിനെ മൂടിയിരുന്നു. അവൻ 7-ാം ദിവസം മേഘത്തിൻ്റെ നടുവിൽ നിന്ന് മോശയെ വിളിച്ചു. യഹോവയുടെ തേജസ്സിൻ്റെ കാഴ്ച പർവ്വതത്തിൻ്റെ മുകളിൽ കത്തുന്ന തീ പോലെ ഇസ്രായേൽ മക്കൾക്ക് തോന്നി. മോശയോ മേഘത്തിൻ്റെ നടുവിൽ പർവ്വതത്തിൽ കയറി. മോശ 40 പകലും 40 രാവും പർവ്വതത്തിലായിരുന്നു. ബാറക്മോ. പുതിയ നിയമത്തിൽ നിന്ന് വായിക്കാം. വിശുദ്ധ യോഹന്നാൻ 15-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തിവെടുപ്പാക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വന്തമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. ആ വക ചേർത്ത് തീയിലിടുന്നു, അത് വെന്തുപോകും. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കും. എൻ്റെ സ്നേഹത്തിൽ വസിപ്പീൻ. ബാരിക്കുമോ. സങ്കീർത്തനം. സങ്കീർത്തനങ്ങൾ 51-ാം അധ്യായം. 51 സങ്കീർത്തനങ്ങൾ. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായിച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ. എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ. ഇതാ ഞാൻ അകൃത്യങ്ങളിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ. നീ ഓടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. എൻ്റെ പാപങ്ങളെ കാണാത്തവണ്ണം നിന്റെ മുഖം മറയ്ക്കണമേ. എൻ്റെ അകൃത്യങ്ങളെയൊക്കെ മായിച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ചു, സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കണമേ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയുമരുതേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും. പാപികൾ നിങ്കിലേക്ക് മനം തിരിയും. എൻ്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തപാതകത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എന്നാൽ എൻ്റെ നാവ് നിന്റെ നീതിയെ ഘോഷിക്കും. കർത്താവേ, എൻ്റെ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ എൻ്റെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറങ്ങിയുമിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. നിന്റെ പ്രസാദപ്രകാരം സിയോനോട് നന്മ ചെയ്യണമേ. യെരൂശലേമിൻ്റെ മതിലുകളെ പണിയണമേ. അപ്പോൾ നീ നീതിയാഗങ്ങളിലും ഹോമയാഗങ്ങളിലും സർവാംഗ ഹോമങ്ങളിലും പ്രസാദിക്കും. അപ്പോൾ നിന്റെ യാഗപീഠത്തിന്മേൽ കാളകളെ അർപ്പിക്കും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. വേദവാക്യങ്ങൾ
നിന്റെ ജ്ഞാനം നൽകുകേ. നല്ല ദേവനെ ഞങ്ങളെല്ലാവരെയും നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ. നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ. ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഏറ്റവും ബഹുമാനപ്പെട്ട ജിതിൻ ജോസഫ് അച്ഛൻ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്ന് ഈ വചന ശുശ്രൂഷയ്ക്ക് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുന്ന ബസേലിയോസ് പ്രാർത്ഥനയോഗത്തിൻ്റെ സെക്രട്ടറി, എല്ലാ ഭവനാംഗങ്ങളെ കടന്നു വന്നവരുമേ, വളരെ സന്തോഷത്തോടുകൂടി വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുക. നമ്മുടെ നോമ്പിലെ ഈ സംയുക്ത പ്രാർത്ഥന കഴിഞ്ഞ ആഴ്ചകളിലൊക്കെയും അനുഗ്രഹപ്രദമായി നടത്തപ്പെട്ടു. വീണ്ടും അത് നടത്തുവാൻ ദൈവം ഇടയാക്കിയതിൽ മഹത്വപ്പെടുത്തു. ഇനി ഒരാഴ്ച കൂടിയുള്ളൂ. മാർ ഫീലിക്സിനസ് പ്രാർത്ഥനയോഗത്തിൻ്റെ നേതൃത്വത്തിൽ അത് ക്രമീകരിക്കപ്പെടുകയും ചെയ്യും. പ്രത്യേക ഇന്ന് വചന ശുശ്രൂഷയ്ക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്ന അച്ഛനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ ദേവാലയത്തിൻ്റെ ഭാഗം കൂടിയാണ് അച്ഛൻ. പ്രത്യേക അച്ഛൻ്റെ മാതാവിൻ്റെ ഇടവകയും കൂടിയാണല്ലോ. അതിനേക്കാൾ ഉപരി അച്ഛൻ സ്വന്തം ദേവാലയത്തെ പോലെ നമ്മുടെ ദേവാലയത്തെയും കരുതുന്നു എന്നുള്ളതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തും. ഞാൻ വേറൊരർത്ഥത്തിൽ നിങ്ങൾ ചിന്തിക്കരുതെങ്കിലും എന്നെ ജാൽസനച്ചനൊക്കെ ഇടയ്ക്ക് കളിയാക്കും. കാരണം ഇവിടെ മിക്കവാറും ലൈവിലൊക്കെ വരുമ്പോഴേ ജിതിനച്ചൻ കാണും ശുശ്രൂഷകൾക്ക്. അപ്പം എന്നോട് ചോദിക്കും, നിങ്ങളുടെ അസിസ്റ്റന്റ് വികാരിയാണോ ജിതിനച്ചൻ എന്ന് ചോദിക്കും. എനിക്ക് അസിസ്റ്റന്റ് വികാരിയുടെ കൂട്ട് എൻ്റെ കൂടെ ഈ ശുശ്രൂഷയിൽ ഈ ദേവാലയത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരുന്നു. അതിനേക്കാൾ കൂടുതൽ വ്യക്തിപരമായോ ശാരീരികമായോ എന്ത് ആവശ്യം പറഞ്ഞാലും ഏതു സമയത്തും അച്ഛൻ വളരെ സന്തോഷത്തോടുകൂടി ബഥേൽ പള്ളിയിലേക്ക് വരാൻ സന്നദ്ധനാണ്. പ്രത്യേകിച്ച് ഇപ്പോഴും എന്ത് കാര്യത്തിന് വിളിച്ചാൽ അച്ഛൻ പറയാം, അച്ഛൻ എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി, ഞാനിങ്ങ് വന്നോളാം. ആ ഒരു സന്തോഷത്തിൻ്റെ പുറത്താണ് ഇന്നും അച്ഛനെ ക്ഷണിച്ചത്. എനിക്ക് ഈ കുറച്ച് നാളുകൾക്കിടയിൽ അച്ഛൻ നടത്തിയ 2 വചന ശുശ്രൂഷകൾ വളരെ ആഴമായി അച്ഛൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട് വളരെ ആഴമായ ക്ലാസ്സുകൾ വചന ശുശ്രൂഷ കേൾക്കാനിടയായി. ഒന്ന്, ചെങ്ങന്നൂർ ഭദ്രാസനത്തിലെ മുഴുവൻ വൈദികർക്കും വേണ്ടി അഭിമന്യ തിരുമേനിയുടെ സാന്നിധ്യത്തിൽ നമ്മുടെ സുറിയാനി വേദപുസ്തകം ബെഷീത്ത ബൈബിളിനെ പറ്റി അച്ഛൻ്റെ ഒരു ക്ലാസ് ആഴമായിട്ടെടുത്തു. ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, സെമിനാരിയിൽ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് കിട്ടാത്ത പല ഇൻഫർമേഷനും കിട്ടി. ഈ ചെറിയ പ്രായത്തിൽ അച്ഛന് കിട്ടിയ ഒരു വലിയ അംഗീകാരം ഈ കഴിഞ്ഞ ആഴ്ച ചെങ്ങന്നൂർ ഭദ്രാസനത്തിന്റെ നോമ്പിന്റെ സമയത്ത് നടത്തുന്ന സ്നേഹസ്പർശം തൈലാഭിഷേക ശുശ്രൂഷയിൽ തൈലാഭിഷേക ശുശ്രൂഷയ്ക്ക് വേണ്ടി അഭിമന്യ തിരുമേനി അതിന് കാർമ്മികത്വം കൊടുത്തപ്പോൾ ഈ ശുശ്രൂഷകളെ പറ്റി, അതിൻ്റെ പ്രാധാന്യത്തെ പറ്റി ജനങ്ങൾക്കും കൂടിയിരുന്നവർക്കും ഒക്കെ അതിൻ്റെ വേദപുസ്തക അടിസ്ഥാനത്തിൽ സംസാരിക്കാൻ തിരുമേനിയെ നിയോഗിച്ചതും അച്ഛനെയായിരുന്നു. ഇത് ഞാൻ നേരിട്ട് കണ്ടതാണെങ്കിലും അച്ഛന് നമ്മൾ പലരും പലതരത്തിൽ പഠിക്കുന്നവരുണ്ട്. സ്വന്തം സന്തോഷത്തിന് വേണ്ടി പഠിച്ച് അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിച്ച് ഇഷ്ടംപോലെ പഠനം നടത്തുന്നവരുണ്ട്. അവർ കിട്ടി ആർജിച്ച അറിവുകളൊക്കെ അവരിൽ തന്നെ വെച്ചേക്കും. എന്നാൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ, നമുക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ ഉള്ള മനസ്സ് എല്ലാവർക്കും ലഭിക്കുന്നതല്ല.
എല്ലാവരെയും കൊണ്ട് മനസ്സുണ്ടെങ്കിലും അതിനുള്ള കഴിവും എല്ലാവർക്കും ദൈവം കൊടുക്കണം എന്നില്ല. എന്നാൽ അച്ഛനെ ആ തരത്തിൽ ദൈവം തമ്പുരാൻ അനുഗ്രഹിച്ചു. അച്ഛൻ്റെ പഠനത്തോടൊപ്പം പ്രത്യേകിച്ച് ശുശ്രൂഷകളോടൊപ്പം ഈ വചന ശുശ്രൂഷയിൽ ഇന്ന് മലങ്കര സഭയിൽ ആകമാനം അച്ഛന് ശുശ്രൂഷകൾക്ക് തിരക്കുണ്ട് എന്നറിയുക. ഇന്നും വൈകിട്ട് തലവടിയിൽ അച്ഛന് പോകേണ്ടതുണ്ട്. അതിനു മുമ്പ് നമ്മളോടൊപ്പം ആവുന്നു. വളരെ സന്തോഷത്തോടുകൂടി പ്രിയ ജീതിനച്ഛനെ ബഥേൽ മാർ ഗ്രിഗോറിയോസ് അരമനപ്പള്ളിയുടെ ഈ സംയുക്ത പ്രാർത്ഥനയിലേക്ക് വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യും. കടന്നു വന്ന എല്ലാവരെയും ദൈവസന്നിധി സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഈ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ബസേലിയസ് പ്രാർത്ഥനയോഗം, അതിൻ്റെ സെക്രട്ടറി, അതിലെല്ലാ അംഗങ്ങളെയും, പ്രത്യേകിച്ച് വേദപുസ്തകം വായിക്കാനും പാടാനും ഒക്കെ കുഞ്ഞു മക്കളുണ്ടായിരുന്നു. വളരെയധികം സന്തോഷം. പ്രത്യേകാൽ ബസേലിയസ് പ്രാർത്ഥനയോഗം കടന്നു വന്ന എല്ലാവരെയും വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രിയ അച്ഛനെ സ്വാഗതം ചെയ്യുകയും ചെയ്യും. ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാൻ ഏറ്റവും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട പ്രിൻസ് അച്ഛൻ, എന്നെ കേൾക്കുന്ന സ്നേഹമുള്ളവരെ, ഇത്രയും പരിചയക്കാരുടെ മുമ്പിൽ ആദ്യമായിട്ടാണ് പ്രസംഗിക്കാൻ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ബഥേലിൽ വരുമ്പം എനിക്ക് അമ്മ വീട്ടിൽ പോകുന്ന ഒരു അനുഭവമാണ്. കുഞ്ഞുനാളോട്ട് സൺഡേ സ്കൂൾ ഉൾപ്പെടെ ഉള്ളത് പഠിച്ച് എന്നെ കണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിഞ്ഞും ഒക്കെ ഉള്ള ഒരു പരിചയം, ചെങ്ങന്നൂർ ടൗണിൽ വെച്ച് കണ്ട പരിചയം എല്ലാ മുഖത്തും ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അതുകൊണ്ട് എനിക്ക് ഈ ഒരു വചന ശുശ്രൂഷ ഒരു പ്രത്യേക അനുഭവമാണെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞുകൊള്ളട്ടെ. സ്നേഹമുള്ളവരെ, നമ്മുടെ നോമ്പ് ഏകദേശമൊക്കെ കഴിയാൻ പോകുന്നു. നല്ല സ്പീഡിലാണ് ഈ നോമ്പും പോയത്. നമ്മൾ കർത്താവിൻ്റെ കുരിശുമരണത്തോടടുക്കുമ്പം മരണത്തിനൊരു 3 ദിവസം മുമ്പ് നമ്മുടെ കർത്താവ് എവിടെ ആയിരുന്നു? മരണത്തിൻ്റെ തലേ രാത്രി ഗത്സമന തോട്ടത്തിൽ കർത്താവ് നടത്തിയ ഒരു വിലാപവും യേശുവിൻ്റെ പ്രാർത്ഥന, അതിനു മുൻപുള്ള കാലുകഴുകൽ, അന്ത്യത്താഴമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ 3 ദിവസം, ഇത് കൃത്യം ദുഃഖവെള്ളിക്കൊരു 3 ദിവസം മുമ്പ് യേശു എവിടെയായിരുന്നു? നമ്മൾ കുറച്ചുകൂടെ വേദപുസ്തകം ഒന്ന് ശ്രദ്ധയോടെ കുറച്ചുകൂടെ വായിക്കുമ്പം കർത്താവ് ആ ദിവസത്തെ എവിടെ ആയിരുന്നു നമുക്ക് കാണാൻ പറ്റും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 6-ാം വാക്യം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 6-ാം വാക്യം. യേശു ബഥാനിയയിൽ കുഷ്ഠരോഗിയായിരുന്ന ശീമോന്റെ വീട്ടിലിരിക്കുമ്പോൾ, അങ്ങനൊരു ഭാഗം ആ വേദഭാഗത്ത് പറയുന്നുണ്ട്. അത് തുടങ്ങുമ്പം തന്നെ പറയുന്നുണ്ട് 2 ദിവസത്തിന് ശേഷം പെസഹായാണ്. ആ ഒരു അർത്ഥത്തിൽ കൃത്യം 3 ദിവസം മുന്നേ യേശു ചെന്നത് ഒരു കുഷ്ഠരോഗിയുടെ വീട്ടിലാണ്. ആ കുഷ്ഠരോഗിയുടെ പേര് പറയുന്നുണ്ട്, ശീമോൻ എന്ന് പറയുന്ന ഒരു കുഷ്ഠരോഗിയുടെ വീട്ടിൽ യേശു എന്തിനു പോയി? തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, കർത്താവ് ഒരു വിരുന്നുണ്ണാൻ ചെന്നാണ്. യേശുവിൻ്റെ അത്താഴമേശകളൊക്കെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നതാണ്. എന്തിനാണ്? മരിക്കാൻ പോകുന്നു എന്നറിഞ്ഞതിന് ശേഷം ഇങ്ങനൊരു യാത്ര, ഇങ്ങനൊരു സന്ദർശനം യേശു നടത്തിയത്. അത് പറയുന്നതിന് മുൻപ് ഞാൻ ഏറ്റവും സ്നേഹത്തോടെ ഒരുമിച്ച് ചിന്തിക്കാൻ വേണ്ടി ചോദിക്കുകയാണ്, നിങ്ങൾക്ക് പരിചയമുള്ള യേശു എങ്ങനെയുള്ള യേശുവാണ്? നമ്മൾ പരിചയിച്ചിരുന്ന കർത്താവ് എങ്ങനെയുള്ളതാണ്? ഞാനതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ ചിത്രകാരന്മാരായിട്ടുള്ളവരോടൊക്കെ ചിലപ്പോഴൊക്കെ ചിലർ ചോദിക്കുന്നതാണ്, എന്തുകൊണ്ട് നിങ്ങൾക്ക് ചിരിക്കുന്ന ഒരു യേശുവിനെ വരച്ചുകൂടാ? നമ്മൾ ഇന്ന് വരെ നമ്മുടെ ഒരൊറ്റ പള്ളിയിലും പല്ല് കാണിച്ച് വെളുക്ക ചിരിക്കുന്ന ഒരു കർത്താവിൻ്റെ ചിത്രം നമ്മൾ കണ്ടിട്ടില്ല. കഴിഞ്ഞ 2000 വർഷത്തെ ക്രൈസ്തവ ചരിത്രത്തിനിടയിൽ ചിത്രകാരന്മാർ വരച്ചു വെച്ചിരിക്കുന്ന യേശു മുഖങ്ങളിലെല്ലാം ഒരു നേർത്ത വിഷാദ ഛായയുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു പുഞ്ചിരിയൊക്കെ വന്നാലേ, ഇനിയിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ട് ചിരിക്കുന്ന കർത്താവിനെയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും യേശുവിനെ സുവിശേഷത്തിൽ കൂടെ അറിഞ്ഞ മനുഷ്യര് കാണിച്ചു തരുന്നൊരു ചിത്രം ഒരു ദുഃഖഭാവം കലർന്നൊരു ചിത്രമാണ്. യേശുവിനെ പറ്റി ഈ നോമ്പുകാലത്ത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ, സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ ഈ ഒരു ഭാവം നമ്മൾ മനസ്സിലാക്കണം. യെശയ്യായുടെ പുസ്തകം 53-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി ഒന്ന് ശാന്തമായി നോമ്പുകാലത്ത് വായിക്കണം. 12 വാക്യങ്ങളേ ഉള്ളൂ.
വരുവാനിരിക്കുന്ന മശിഹ എങ്ങനെയുള്ളവനാണെന്ന് പറയുന്നൊരു ഭാഗമാണ്. അത് തുടങ്ങുമ്പോൾ എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. അവന് മനുഷ്യർ ആകർഷിക്കത്തക്ക സൗന്ദര്യമില്ല, അവന് കോമള രൂപമില്ല. നമ്മൾ വായിച്ചിട്ടില്ലേ? അവൻ രോഗം ശീലിച്ചവനായിരിക്കും. അതിനോട് ചേർത്ത് യേശുവിനെ പറ്റി പറയുന്ന ഒരു വാക്കാണ് അവൻ വ്യസന പാത്രമായിരിക്കും, ദുഃഖത്തിന്റെ മനുഷ്യനായിരിക്കും എന്നൊരു പ്രവചനം യേശു ക്രിസ്തുവിനെ പറ്റിയുണ്ട്. അക്വൈന്റഡ് വിത്ത് ഗ്രീഫ്, സങ്കടം നിറഞ്ഞൊരു മനുഷ്യൻ. ഇത് യേശുവിനെ പറ്റിയുള്ളൊരു പ്രവചനമാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ പള്ളി വന്ന് ഒരു ദിവസം ഞാൻ ഒരു വൈദികൻ പറഞ്ഞൊരു കൊച്ചു കഥയാണ്. ഒരു ദിവസം ഒരു അമ്മ ഒരു കുഞ്ഞിനെ കൊണ്ട് ഇങ്ങനെ പള്ളി ചെന്ന് മോനോട് പറഞ്ഞു, മോനെ എന്തും പ്രാർത്ഥിച്ചു. ക്രൂശിത രൂപമുണ്ട് അവിടെ, ചോര വാർന്ന് നിൽക്കുന്ന ഒരു കത്തോലിക്ക ദേവാലയത്തിൽ ഒരു ക്രൂശിത രൂപമുണ്ട്. മോനെ എന്തും അവിടെ നോക്കി പ്രാർത്ഥിച്ചു, മോന് ദൈവം തരും. ഇത് പറഞ്ഞേച്ചു മോനെ കുർബാനയ്ക്ക് കയറ്റി അമ്മ ഇപ്പറ നിന്നു. കുർബാന കഴിഞ്ഞ് വന്ന് മോനോട് ചോദിച്ചു, മോനെ എല്ലാം പറഞ്ഞു എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, എന്തോ പറയാനാ, നമ്മളെക്കാട്ടിലും കഷ്ടമാണ് പുള്ളിയുടെ കാര്യം. ചാകാൻ കിടക്കുവാണ് കുരിശേലെ. നമ്മൾ ഈ പ്രാർത്ഥിക്കാൻ പള്ളി വന്ന് ഈ മക്കളുടെ UK വിസ പ്രോസസ്സിങ്ങിന്റെ കാര്യം, നമ്മുടെ വണ്ടിയുടെ കാര്യം, FDയുടെ കാര്യം, രോഗത്തിന്റെ കാര്യം ഒക്കെ നമ്മൾ പറഞ്ഞേ വെക്കത്തുള്ളൂ. നമ്മൾ ഈ ലോകത്ത് വേറെ ആരോട് പറയാനാണ്? നമ്മളിത് പറഞ്ഞേ വെക്കൂ. നമുക്ക് സമാധാനം വേണം, അനുഗ്രഹം വേണം, ആശ്വാസം വേണം. പക്ഷെ ഇത് പറയുമ്പോൾ ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വേണം. നമുക്കൊക്കെ ഒരു ധാരണ, 33.5 വർഷക്കാലം ഈ ലോകത്ത് വന്ന് വല്ലാതെ സന്തോഷിച്ചങ്ങ് പോയ കർത്താവിന് എന്നാ കുറവില്ലേ? ഒന്ന് ഇച്ചിരി വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു, ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴേ വീഞ്ഞായി. 2 കഷ്ണം അപ്പം എടുത്ത് 5000 പേർക്ക് കൊടുത്ത്. കർത്താവിന് എന്നാ കുഴപ്പം? നമ്മളങ്ങനെ ചിന്തിക്കരുത്. കർത്താവ് അനുഭവിച്ച കുഴപ്പങ്ങളുടെ, ദുരിതങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രതീകമാണ് ഈ പള്ളിക്കകത്ത് വെച്ചിരിക്കുന്ന ഈ ഗോകുൽത്ത എന്ന് പറയുന്നത്. യേശു അനുഭവിച്ച ഏറ്റവും വലിയൊരു സങ്കടം എന്താണ്? ഞാൻ പലപ്പോഴും നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾ ആവർത്തന വിരസത തോന്നുമെങ്കിൽ ക്ഷമിക്കണം. നമ്മുടെ പള്ളികളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു ഐക്കൺ ചിത്രമുണ്ട് കർത്താവിൻ്റെ. മാതാവ് ഇങ്ങനെ യേശുവിനെ മാറോട് അടുക്കി പിടിച്ചിരിക്കുന്ന ഒരു ചിത്രമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാ ഐക്കൺ ചിത്രങ്ങളെ പറ്റിയല്ല പറയുന്നത്. ഈ ഐക്കൺ ചിത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ ഐക്കൺ ചിത്രത്തിന്റെ മുകളിൽ 2 ഭാഗത്ത് 2 മാലാഖമാരെ വരച്ചു ചേർത്തിട്ടുണ്ട്. ഒരു മാലാഖയുടെ കയ്യിൽ ഒരു സ്ലീബായും വേറൊരു മാലാഖയുടെ കയ്യിൽ ഒരു കുന്തവുമാണ് ആ ചിത്രത്തില്. എന്നിട്ട് കുറച്ചുകൂടെ സൂക്ഷിച്ചു നോക്കുമ്പോൾ അറിയാം, ഈ മാതാവ് എടുത്ത് മാർവോട് അടുക്കി വെച്ചിരിക്കുന്ന യേശുവിന്റെ കാലിലെ ഒരു ചെരുപ്പ് പൊട്ടി ഇങ്ങനെ വള്ളിയിൽ തൂങ്ങി നിൽക്കുന്ന കാണാം, കുഞ്ഞായ യേശുവിന്റെ കാലിൽ. എന്താണ് ഈ ചിത്രത്തിന്റെ പ്രത്യേകത? നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇന്നൂടെ ഞാനൊന്ന് പറയുന്നതോടെ നിങ്ങൾ ക്ഷമിക്കണം. അതൊരു സഭാ പാരമ്പര്യത്തിൽ നിന്ന് വന്നൊരു കഥയാണ്. അതായത് കുഞ്ഞായ യേശു കുഞ്ഞിങ്ങനെ കൂട്ടുകാരുടെ കളിക്കുമ്പോൾ ഒരു 2 ദൂതന്മാര് വന്ന് കർത്താവിന് ഒരു ദർശനം കൊടുത്തു എന്നാണ് പറയുന്നത്. വർഷങ്ങൾക്കപ്പുറം 33.5 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായി നിൽക്കുന്ന സമയത്ത് യെരുശലേമിൽ സംഭവിക്കാനിരിക്കുന്ന മരണത്തെയും വേദനയും പറ്റി ദൂതൻ കാണിച്ചതിന്റെ ഒരു രംഗമാണ്. കുഞ്ഞി 2 മാലാഖമാരെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് അമ്മയുടെ അടുത്തോട്ട് തിരിച്ചോടുന്ന വഴിക്കാണ് ഈ കാലയിലെ ചെരുപ്പ് പൊട്ടുന്നത്. പേടിച്ചോടി വന്ന് ഈ കുഞ്ഞിനെ മാതാവ് ഇങ്ങനെ എടുക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു ചിത്രമൊക്കെ നമ്മളോട് പറഞ്ഞു തരുന്നത്, യേശുവിന് ബോധമുറച്ചു വരുന്ന സമയം തൊട്ടേ ഒരു മരണഭയം ഉണ്ടായിരുന്നു. ഞാനിതൊക്കെ പറയുമ്പോൾ ഒരിക്കലും ദൈവത്വത്തെ ഇകഴ്ത്തുന്നൊന്നും നിങ്ങൾക്ക് തോന്നരുത്. പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമാണ്. പൂർണ്ണ മനുഷ്യനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നല്ല മരണഭയവും യേശുവിലുണ്ടായിരുന്നു. നിങ്ങൾ സുവിശേഷം വായിക്കുമ്പം, ശ്രദ്ധയോടെ വായിക്കുമ്പോൾ നമുക്കറിയാം, ഇതിന്റെ ചില ഭാഗങ്ങളിൽ യേശു ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. നമുക്ക് തോന്നുന്നു ഇപ്പം പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് തോന്നുന്നൊരു കാര്യം, പരസ്പര ബന്ധം ഇല്ലാത്തതുപോലെ ഇടയ്ക്ക് കർത്താവ് പറയും, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, കുറച്ചു നാൾ കഴിഞ്ഞ് മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. അവരവനെ അടിക്കും, ഉപദ്രവിക്കും, തുപ്പും, ക്രൂശിക്കാൻ ഏൽപ്പിക്കും, 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. ഇത് യാതൊരു ബന്ധവും ഇല്ലാത്ത കാര്യം പറയുന്നതിൻ്റെ ഇടയ്ക്കാണ് കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നത്. പക്ഷെ അവർക്ക് മനസ്സിലാവുന്നില്ല യേശു എന്തായി പറയുന്നത്. നമ്മൾ ഈ വരികൾക്കിടയിൽ കൂടെ സുവിശേഷം വായിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിൻ്റെ ഉള്ളിൽ യേശു അനുഭവിക്കുന്ന ഒരു ദുഃഖമുണ്ട്. ഞാൻ ഇന്ന ദിവസം മരിക്കുമായിരിക്കും, ഇന്ന ദിവസം മരിക്കാൻ പോവാണ്. കഴിഞ്ഞ ദിവസത്തെ വാർത്തകളിലൊക്കെ നമ്മൾ വായിച്ചു, മനുഷ്യൻ ഇങ്ങനെ സുനിത വില്യംസ് ഉൾപ്പെടെയുള്ളവരെ സ്പേസിലൊക്കെ ഒരു 9 മാസത്തോളം കാലം ചിലവഴിച്ചിട്ട് കൂളായിട്ട് നാട്ടി വന്നു. നമ്മളൊക്കെ അത്രത്തോളം വളർന്നു. പക്ഷേ മരണമെന്ന യാഥാർത്ഥ്യത്തിന്റെ മുമ്പിൽ നമ്മളെല്ലാം നിസ്സഹായരാണ്. എന്ന് മരിക്കുമെന്ന് ചോദിച്ചാൽ പറയാനൊരു നാളോ തീയതിയോ നമുക്കറിയില്ല.
സങ്കീർത്തനമൊക്കെ എത്ര മനോഹരമായിട്ട് പ്രാർത്ഥനയാണ്. കർത്താവേ, എൻ്റെ ആയുസിൻ്റെ നാൾ എത്രയാണെന്ന് എന്നെ ഒന്ന് പഠിപ്പിക്കണമേ, ഒന്ന് പറഞ്ഞു തരണേ. കാരണം 4 വിരൽ ദൂരമേ എൻ്റെ ജീവിതത്തിനുള്ളൂ എന്ന് എനിക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പക്ഷെ ചില മനുഷ്യർക്ക് ഈ ഒരു അറിവ് കിട്ടും, എന്നാണ് മരിക്കാൻ പോകുന്നത്. എങ്ങനെയുള്ള മനുഷ്യർക്കാണ്? അവിചാരിതമായിട്ട് നമുക്കിടയിൽ ചില മനുഷ്യർക്ക് ഒരു വളരെ അപകടകരമായ രോഗമൊക്കെ വന്നു കഴിയുമ്പോൾ ഡോക്ടർ ഇങ്ങനെ പറയാറുണ്ട്, കൂടെ നിൽക്കുന്ന ആളോടെങ്കിലും പറയും, ഒരു 3 മാസത്തിനപ്പുറം ഞങ്ങൾക്ക് പിടിച്ചു നിർത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ചില കേസ് നമ്മൾ കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 6-7 മാസങ്ങൾക്ക് മുമ്പ് മലയാള മനോരമയിൽ സൺഡേ സപ്ലിമെന്റിൽ ഒരു ഫീച്ചർ വന്നിരുന്നു, ഒരു വാർത്ത വന്നിരുന്നു. ഒരു ജയിൽ ഉദ്യോഗസ്ഥന്റെ ഒരു ഓർമ്മക്കുറിപ്പ് വന്നു. അതിൽ അദ്ദേഹം പറയുന്ന ഒരു അനുഭവമുണ്ട്. നമുക്കറിയാം, വധശിക്ഷ നമ്മുടെ നാട്ടിൽ അധികം നടക്കാറില്ലെങ്കിലും കഴിഞ്ഞ ഒരു 10-30 വർഷത്തിനിടെ ഒരു 3-4 എങ്കിലും നടന്നിട്ടുണ്ടാവണം. ജയിൽ അനുഭവത്തിൽ നിന്ന് ഈ ഉദ്യോഗസ്ഥൻ പറയുന്നൊരു ഓർമ്മ പത്രത്തിൽ വന്ന എന്താ അറിയാമോ? നിങ്ങൾക്ക് സിനിമകളിൽ കൂടെ കണ്ടെങ്കിലും പരിചയം കാണും. വധശിക്ഷ നടപ്പാക്കുന്നതിൻ്റെ ഒരു രീതിയുണ്ട്. രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് ഇരുട്ടോടെ ഒരു 4:30-5 മണിക്കാണ് ഇത് നിർവഹിക്കുന്നതെന്നൊക്കെ പറയപ്പെടുന്നത്. ആരാച്ചാരുണ്ട്, പ്രത്യേക ഓർഡറൊക്കെ സ്വീകരിച്ച് ഈ ജയിലിൽ കിടക്കുന്ന മനുഷ്യനെ തൂക്കുമരത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. ഈ ഉദ്യോഗസ്ഥൻ പറഞ്ഞ അനുഭവം എന്താണെന്നറിയോ? നമ്മൾ ഈ ശരിക്കും കണ്ണിച്ചോരയില്ലാത്ത മനുഷ്യരെന്ന് പറയുന്ന ആൾക്കാരാണല്ലോ ഇതിനകത്ത് കിടക്കുന്നത്. ക്രൂരരായ മനുഷ്യരാണ്, കൊലപാതകം ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ എത്ര ക്രൂരരാണെങ്കിലും തൂക്കിക്കൊല്ലാൻ പോകുന്നതിന്റെ രാവിലെ എഴുന്നേറ്റ് ഇവരിയ്ക്കുന്ന ഒരു ഇരിപ്പുണ്ട്. അതിനെപ്പറ്റി പുള്ളി പറയുന്നത്, എന്തെങ്കിലും കുടിക്കാൻ വേണമെന്ന് ചോദിച്ചാൽ വേണ്ട, എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ആഗ്രഹവും ഇല്ല. ചിലർ കരയും, ചിലർ ചിരിക്കും, ചിലർ വെപ്രാളം കാണിക്കും, ചിലർ ഷിവർ ചെയ്യും. ഇതിൻ്റെയൊക്കെ ഇടയ്ക്കുന്നാണ് ഇവരെ പിടിച്ച് ഈ കഴുമരത്തിലോട്ട് കൊണ്ടുപോകുന്നത്. എത്ര ബലമുള്ള മനുഷ്യനാണെങ്കിലും മരണം എടുക്കുന്നു എന്ന് തോന്നുമ്പോൾ ഇവരുടെ ഉള്ളിൽ അനുഭവിക്കുന്ന ഒരു ഉൾക്കിടിലമുണ്ട്. കാരണം നമ്മൾ മനുഷ്യരാണ്. യേശുക്രിസ്തുവിനെ പൂർണ്ണ മനുഷ്യനെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വസിച്ചോണം, അത്ഭുതങ്ങൾ ചെയ്ത് മനുഷ്യരെ ആശ്വസിപ്പിക്കുന്ന യേശുവിൻ്റെ ഉള്ളിൽ എത്രത്തോളം വേദനകൾ കിടപ്പുണ്ടായിരുന്നു. ഒരുപാട് വിഷമങ്ങൾ കൊണ്ട് കർത്താവിൻ്റെ മനസ്സിൽ നമ്മുടെ എല്ലാം ഭാരങ്ങൾ കർത്താവ് ഏറ്റെടുത്തു. ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം, നമ്മൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന എല്ലാ സങ്കടങ്ങളും ആവാഹിച്ചെന്ന് വേണമെങ്കിൽ പറയത്തക്ക രീതി ഉള്ളിൽ കൊണ്ട് നടന്ന ഒരാളാണ് നമ്മുടെ കർത്താവ്. അതിൻ്റെ കൂടെ ഈ മരണഭയമുണ്ട്. അങ്ങനെയാണെങ്കിൽ ദുഃഖവെള്ളിയുടെ മരണത്തിന് 3 ദിവസം മുമ്പ് എത്രത്തോളം കർത്താവിന്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ടാവും. 2 ദിവസം അല്ലെ 3 ദിവസത്തിനപ്പുറം മരിക്കാൻ പോവാണ്. അത് സാധാരണ മരണമല്ല ഒരിക്കലും. കുരിശുമരണത്തിൻ്റെയൊക്കെ ഒരു കാഠിന്യം നിങ്ങൾക്കറിയാവുന്ന ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റ് ചെയ്തവന്റെ മൃതശരീരം പോലും ഭൂമി കിടക്കരുതെന്നുള്ള വിശ്വാസത്തിൽ ഉണ്ടായി വന്നതാണ് ഈ കുരിശുമരം. ഇതിങ്ങനെ ആകാശത്തിനും ഭൂമിക്ക് ഈ മനുഷ്യരെ കുത്തി നിർത്തുക. അക്ഷരാർത്ഥത്തിൽ വേണേ പറവകൾ വന്ന് കൊത്തി തിന്നും, അല്ലെങ്കിൽ ഈ ദേഹത്തെ മുറിവിൽ ചോര വാർന്ന് ചാവും. കിട്ടാവുന്നതിന്റെ ഇരട്ടി അടി കിട്ടിയതുകൊണ്ട് കർത്താവ് മണിക്കൂറുകൾക്കുള്ളിൽ മരിച്ചു, അത്രേ ഉള്ളൂ. ബാക്കി കുരിശുമരണങ്ങളിൽ ഈ മനുഷ്യൻ അല്പപ്രാണിയായിട്ട് ദിവസങ്ങളോളം കിടക്കുന്ന ചരിത്രമാണ് ഈ കുരിശിലുള്ളത്. അത്രത്തോളം വേദനപ്പെട്ടൊരു മരണം വരുന്നെന്ന് അറിയുമ്പം യേശു ശരിക്കും എങ്ങോട്ടായിരുന്നു പോകണ്ടേ? നസറേത്തിലെ വീട്ടിൽ ഒരു അമ്മയുണ്ട്, ഇല്ലേ? വിധവയായ ഒരു പാവപ്പെട്ട അമ്മ നസറേത്തിലെ വീട്ടിലുണ്ട്. 2 ദിവസം കഴിഞ്ഞ് മരിക്കുന്നു എന്ന് അറിയുമ്പോൾ തീർച്ചയായിട്ടും അമ്മയുടെ അടുത്ത് വേണ്ടേ പോവാൻ, അല്ല ഇഷ്ടമുള്ളവരുടെ അടുക്ക് വേണ്ടേ പോവാൻ. എന്നിട്ടും യേശു എന്തിനാണ് ഈ ഒരു വിരുന്നുണ്ണാൻ ചെല്ലുന്നത് കുഷ്ഠരോഗിയുടെ വീട്ടിൽ? അതിന് കുറച്ച് കാരണങ്ങളുണ്ട് സ്നേഹമുള്ളവരെ. നമ്മൾ ഈ നോമ്പുകാലത്ത് ആ കാരണം മാത്രം മനസ്സിലാക്കിയാൽ മതി. അത് പറയണമെങ്കിൽ കുഷ്ഠരോഗി ആരാണ് നമ്മൾ മനസ്സിലാക്കണം. ഈ കുഷ്ഠരോഗം എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ബൈബിളിലെ ഒരു പഴങ്കഥ പോലെ തോന്നാറുള്ളൂ. കാരണം നമ്മുടെ ഇടയിൽ നിന്ന് വളരെ കുറഞ്ഞും പലയിടങ്ങളിലും കാണുന്ന രോഗമാണ് ഈ ലെപ്രസി എന്ന് പറയുന്നത്. നമ്മളിന്ന് ഏറ്റവും പേടിക്കുന്ന രോഗം ക്യാൻസറാണ്. നമ്മുടെ ഒരു പ്രിയപ്പെട്ടവർക്കൊക്കെ ഈ രോഗം വന്നു കഴിഞ്ഞ് നമ്മൾ വേറൊരാളോട് ഇത് പറയാൻ നമുക്ക് പ്രയാസമില്ല, നമ്മൾ പറഞ്ഞൊപ്പിക്കും ഇതാണ്. പക്ഷെ മാറി നിന്ന് നമ്മൾ ഈ മനുഷ്യരെ വീക്ഷിക്കും പറയും, ഇവർക്ക് ഇത് പറയാൻ പോലും പേടിയാണ് ഈ കാലത്ത് മനുഷ്യർക്ക്. ഇന്ന വീട്ടിൽ ഇന്നയാൾക്ക് അർബുദമാണെന്ന് ആ വാക്കുപോലും ഉപയോഗിക്കത്തില്ല നമ്മുടെ ചില ആൾക്കാരെ. ഇന്ന വീട്ടിൽ ഇന്നാർക്കോ മറ്റേ രോഗമാണ്, തീരാ രോഗമാണ്, അല്ലെങ്കിൽ ഇന്ന വലിയൊരു പ്രയാസമാണ്. എന്തൊരു പേടിയാണ്, ഇത് പറയാൻ പോലും പേടിയാണ് മനുഷ്യർക്ക്.
യേശുക്രിസ്തു ജീവിച്ചിരുന്ന കാലത്ത് ഏറ്റവും വലിയ ഭയപ്പെടുന്ന രോഗം എന്ന് പറയുന്നത് കുഷ്ഠരോഗമായിരുന്നു, ലെപ്രസി. ക്യാൻസർ ഒന്നും ഇല്ലെന്നല്ല പറയുന്നത്. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഇന്ന് ഈ അലൂമിനിയം പാത്രവും ഫാസ്റ്റ് ഫുഡും കൊണ്ടുവന്നതാണ് ക്യാൻസർ എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. മനുഷ്യനുള്ള കാലം തൊട്ട് ഇതുണ്ട്. ഇതിന്റെ പേരൊക്കെ അറിഞ്ഞു വന്ന് ഇപ്പോഴാണേ ഉള്ളൂ. കുഷ്ഠരോഗത്തിന്റെ ഏറ്റവും ഭയാനകത എന്താണെന്നറിയാമോ? കുഷ്ഠരോഗം എങ്ങനെയാണ് ഒരു മനുഷ്യന് പിടിപെടുന്നത്? മൈക്കോബാക്ടീരിയം ലെപ്പറ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയാണ് ഈ കുഷ്ഠരോഗം കൊണ്ടുവരുന്നത്. അതായത് ഒരു മനുഷ്യനെ ഇത് എവിടെ ആദ്യം ബാധിക്കുന്നതെന്ന് അറിയാമോ? നമ്മുടെ നട്ടല് ഭാഗത്ത്, സ്പൈനൽ ഭാഗത്തുള്ള പ്രധാന ഒരു നാഡീവ്യൂഹമുണ്ട്. പെരിഫറൽ നെർവൽ സിസ്റ്റം എന്ന് പറയുന്ന ഒരു പ്രധാന നാഡീവ്യൂഹമുണ്ട് നമ്മുടെ ശരീരത്തിൽ. ഒരു മനുഷ്യനെ കുഷ്ഠരോഗം ബാധിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം നട്ടലിനാണ് ഇത് പിടിപെടുന്നത്. നമ്മൾ പഴയ നിയമത്തിലൊക്കെ വായിക്കുന്നുണ്ട്, മനുഷ്യർ നോക്കി നിൽക്കുക, അവന്റെ നെറ്റിയിൽ വെളുത്ത മഞ്ഞ് പോലെ കുഷ്ഠം പൊങ്ങി എന്നൊക്കെ വായിക്കുമ്പോൾ നെറ്റിയിൽ വരുന്നതിന് മുമ്പ് ഇത് നട്ടലിനെ പിടിച്ചു. കുഷ്ഠരോഗം നട്ടലിനെ പിടിച്ചാൽ ഈ മനുഷ്യൻ ആദ്യം സംഭവിക്കുന്നത് എന്താ അറിയാം? സ്പർശനശേഷി മുഴുവൻ നഷ്ടപ്പെടും ശരീരത്തില്. ചൂടും അറിയാൻ പറ്റത്തില്ല, തണുപ്പും അറിയാൻ പറ്റത്തില്ല, തൊട്ടാലും അറിയത്തില്ല. അതുകൊണ്ടുള്ളൊരു കുഴപ്പം എന്താണെന്നറിയാമോ? കുഷ്ഠരോഗം വന്ന് ശരീരത്തിലൊരു വിരൽ അഴുകി അടർന്നാൽ പോലും ഈ മനുഷ്യൻ അറിയത്തില്ല. ഭയാനകമായ അവസ്ഥയാണ്. നടന്നു പോകുന്ന വഴിക്ക് കാൽവെള്ളയിലെ ഒരു മാംസം ഇറുന്ന് വീണാൽ പോലും അറിയാത്ത അവസ്ഥ എന്ന് പറയുമ്പോൾ കുഷ്ഠരോഗിയുടെ അവസ്ഥ എത്ര ഭീകരമാണ്. ഇനി യേശു ജീവിച്ച കാലത്തേക്ക് നിങ്ങളൊന്ന് നോക്കിക്കേ. ലേവ്യ പുസ്തകം 13-ാം അധ്യായമൊക്കെ ഒന്ന് വീട്ടിൽ പോയി പതിയെ വായിക്കണം. അത് വായിക്കുമ്പോൾ നമുക്ക് തോന്നും, കർത്താവേ, ഈ ജൂതന്മാരുടെ നാട്ടിൽ കുഷ്ഠരോഗം വരുന്നതിൽ നല്ല ചത്തുപോകുന്നതാണ് നമുക്ക് തോന്നും. കാരണം ഒരു മനുഷ്യന് കുഷ്ഠരോഗം വന്നാൽ ആ മനുഷ്യൻ എന്ത് ചെയ്യണം? അവന് പള്ളി വരാൻ പറ്റത്തില്ല, വൈദികരുടെ പുരോഹിതന്റെ അടുക്ക വരാൻ പറ്റത്തില്ല, കുടുംബത്ത് കയറാൻ പറ്റത്തില്ല, സുഹൃത്തുക്കളുടെ അടുത്ത് വരാൻ പറ്റത്തില്ല, പാളയത്തിന് പുറത്ത് എവിടെയെങ്കിലും പോയി ഒറ്റയ്ക്ക് ജീവിച്ചോണം. ഇനി അഥവാ കുഷ്ഠരോഗം മാറിയാൽ അത് വന്ന് പുരോഹിതനെ കാണിച്ചിട്ട് വീട്ടിൽ കയറാൻ പറ്റും. ഇനി ഒറ്റയ്ക്ക് ഭ്രഷ്ട് കൽപ്പിച്ചവനെ പോലെ മാറി ജീവിക്കുന്ന ഈ മനുഷ്യൻ നാട്ടിലേക്കോ പള്ളിയിലേക്കോ വരേണ്ട ആവശ്യമുണ്ടെങ്കിൽ എങ്ങനെ വരണമെന്നാണ് പറയുന്നത്? അശുദ്ധൻ വരുന്നു എന്നിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് വേണം വരാൻ. കാരണം കുഷ്ഠരോഗിയെ തൊടുന്നവനും കുഷ്ഠരോഗിയോട് സംസാരിക്കുന്നവനും എല്ലാം അശുദ്ധനാണ് ആ നാട്ടിലെ. അത്രത്തോളം ഭയാനകമാണ്. അങ്ങനെ വിളിച്ചു പറയാൻ പറ്റുന്നില്ല, കൈമണി കിലുക്കിക്കൊണ്ട് വരണമെന്നാണ് പറയുന്നത്. അങ്ങനെ അത്രത്തോളം മനുഷ്യര് വെറുത്ത ഒരു മനുഷ്യൻ പോലും ഈ അഴുകിയ കരങ്ങളിൽ നിന്ന് ഒരു പാത്രം വെള്ളം പോലും മേടിച്ചു കുടിക്കാൻ അറയ്ക്കുന്ന ഒരു മനുഷ്യന്റെ വീട്ടിൽ സ്വന്തം മരണത്തിന് 3 ദിവസം മുമ്പ് കർത്താവ് ചെന്ന് ആഹാരം കഴിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? മരിക്കുന്നതിന് മുൻപും വേറൊരു മനുഷ്യന്റെ സങ്കടത്തിൽ കൂട്ടിരിക്കാൻ പോയ ആളാരാണ്? നമ്മുടെ കർത്താവ്. നിങ്ങൾ ശ്രദ്ധിച്ച വചനം ഒന്ന് വായിച്ച. കുഷ്ഠരോഗം മാറിയ ശിമോനെന്നല്ല പറയുന്നത്. നേരത്തെ കുഷ്ഠരോഗം ഉണ്ടായിരുന്ന ആളൊന്നും അല്ല, കുഷ്ഠരോഗം വരാൻ പോകുന്ന ആളൊന്നും അല്ല പറയുന്നത്. കുഷ്ഠരോഗിയായ ശിമോൻ. നിലവിൽ അവന് ലെപ്രസിയാണ്, കുഷ്ഠരോഗമാണ്. ഈ ഗോകുൽത്തായിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ പാതി നോയമ്പിന് പള്ളി വന്നിട്ടുണ്ടാവുമല്ലോ, നിങ്ങൾ വന്നവരാണ്. നമ്മുടെ ശുശ്രൂഷകളിൽ ഗോകുൽത്ത നാട്ടുമ്പം ഇതിൽ വന്ന് മുത്തുന്നവൻ രക്ഷ പ്രാപിക്കുന്നു എന്നൊന്നുമല്ല പറയുന്നത്. വളരെ മനോഹരമാണ്. ശ്രദ്ധയോടെ നിൽക്കുമ്പോൾ നമുക്കറിയാം ഇതിൽ നോക്കുന്നവൻ ജീവൻ വെക്കുമെന്നാണ് പറയുന്നത്. അതിനൊരു പഴയ നിയമ ദൃഷ്ടാന്തം പറയുന്നുണ്ട്. മോശ പാളയത്തിൽ അഗ്നിസർപ്പം എന്ന് പറയുന്നത് അത്രത്തോളം വിഷം കൂടിയ പാമ്പുകളാണ്. കടിയേക്കുന്നവൻ അന്നേരം വീഴുകയാണ്. ഇനി പാമ്പിന്റെ കടിയേൽക്കുന്നവൻ മരിക്കാതിരിക്കാൻ ദൈവസന്നിധി മുട്ടുമ്പൻ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞോണ്ട് ഇതൊരു പിച്ചള സർപ്പത്തെ ഉയർത്തിയാൽ മതി, പിച്ചള സർപ്പത്തെ തൊടുന്നവൻ രക്ഷപ്പെടുമെന്നാണ് പറഞ്ഞത്. നോക്കുന്നവൻ ജീവൻ വെക്കും പാമ്പിന്റെ ഉഗ്രവിഷത്തിൽ നിന്ന്. നോക്കിയാൽ മതി. ഇത്രേ ഉയരത്തില് ഇത് ഈ പള്ളി വെക്കുമ്പോൾ ചില പള്ളിയിലൊക്കെ നല്ല പൊക്കം തോന്നും. നമുക്ക് ഈ കുരിശെടുത്ത് വെക്കാൻ പോലും പാടാണ്. ആയിരങ്ങൾ വന്ന് നിൽക്കുന്ന ഒരു പള്ളിയിൽ ഒത്ത നടുക്ക് എവിടെ നിന്ന് നോക്കിയാലും കാണത്തക്ക രീതിയിലായി കുരിശ് വെക്കുന്നത്. നിങ്ങൾ ഈ പള്ളിക്കകത്ത് വന്നിരുന്നിട്ട് നിങ്ങൾ ഈ ശ്ലീബായിലേക്കൊന്ന് ധ്യാനപൂർവ്വം നോക്കിയാൽ ജീവിതത്തിന്റെ ഒരുപാട് പ്രയാസങ്ങൾക്ക് ശമനം കിട്ടും. മരിക്കാൻ പോകുന്നതിന് മുൻപ് ഇങ്ങനെ തലേന്നും ശരീരത്തിലെ മുഴുവൻ ഭാഗത്തുനിന്നും രക്തം വാർന്നിറങ്ങുന്ന സമയത്തും തൊട്ടിപ്പുറ കിടക്കുന്ന ഒരു കള്ളൻ, ഒരു പാവപ്പെട്ടവൻ യേശുവിനോട് പറയുന്നുണ്ട്, കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഒന്ന് ഓർക്കണം. എനിക്ക് വേറെ ഒന്നും വേണ്ട. ഈ ജീവിച്ച എത്രയും നാള് മനുഷ്യർക്ക് കൊള്ളാത്തവനായിട്ട് ഞാൻ ജീവിച്ചു. നീ രാജ്യത്വത്തോടെ വരുമ്പോൾ എന്നെ ഒന്ന് ഓർക്കാവോ? കർത്താവിന് എന്തെല്ലാം മറുപടികൾ പറയായിരുന്നു. യേശു ഒരൊറ്റ മറുപടി കൊണ്ട് അവന്റെ മനസ്സിനെ തണുപ്പിച്ചിട്ടാണ് കടന്നുപോയത്. നിശ്ചയമായിട്ട് നീ എന്നോടുകൂടെ പർദീസയിലുണ്ടാവും. കണ്ണടയ്ക്കുന്നതിന് മുൻപ് പോലും അടുത്ത് നിൽക്കുന്നവന്റെ കണ്ണുനീര് തുടയ്ക്കാൻ ശ്രദ്ധിച്ചൊരു കർത്താവാണ് നമുക്കുള്ളത് കേട്ടോ.
ആ ഒരു കർത്താവ് ഇന്ന് ഈ സഭയിൽ ജീവിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ജീവൻ പോകുന്നതിന് മുൻപും കരയുന്ന മനുഷ്യന്റെ കണ്ണുനീര് തുടയ്ക്കുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ നോക്കി വിളിക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ടും ആ കർത്താവ് ഈ സഭയിൽ ജീവിക്കുന്നുണ്ടേ. വേറൊരു രീതിയിൽ നിങ്ങളോട് ഞാൻ സ്നേഹത്തോടെ ചോദിക്കുകയാണ്, കണ്ണുനീര് തുടയ്ക്കുന്ന ഒരു ശുശ്രൂഷ നമ്മുടെ സഭയിലെ ശുശ്രൂഷകളുണ്ട്. ഏത് ശുശ്രൂഷയാണെന്നറിയാമോ? മനുഷ്യരുടെ കണ്ണുനീരൊപ്പാൻ വേണ്ടി ഒരു ശുശ്രൂഷയുണ്ട്. കുംഭസാരം എന്നാണ് അതിൻ്റെ പേര്, കുംഭസാരം. നമ്മൾ ഇന്നത് ആണ്ടുകുംഭസാരമൊക്കെ ആക്കി ഭയങ്കര കോമഡിയാക്കി കളഞ്ഞത്. ആണ്ടുകുംഭസാരമൊക്കെ പൊതുയോഗത്തിൽ കയറാനുള്ള പാസ് കൊടുക്കുന്ന പരിപാടി മാത്രമാണ്. കുംഭസാരം അതൊന്നുമല്ല. കുംഭസാരത്തിന് ഒത്തിരി മനോഹരമായ തലമുണ്ട് കേട്ടോ. ഞാനൊരിക്കൽ ഈ ബദേലി തന്നെയാണ് ഞാൻ പ്രീസെമിനാരിയായിട്ടൊക്കെ, പ്രീസെമിനാരി എന്ന് പറയാൻ പറ്റൂല, ഷെമ്മാശനായിട്ട് ഞാൻ 2 വർഷമൊക്കെ ഇവിടെ നിൽക്കുന്ന ഒരു സമയങ്ങളുണ്ടായിരുന്നു. ഒരു ദിവസം ഈ ബുക്ക് സ്റ്റോളിൽ ഇരുന്നപ്പോൾ ഒരു അപ്പച്ചൻ ഓടി വന്നു. നൊയമ്പിന്റെ സമയമാണ്. ഇപ്പൊ കുംഭസാരിച്ച് വെക്കത്തുള്ളൂ. പ്രിൻസച്ചനാണ് വികാരി. ഇപ്പം കുംഭസാരിക്കണം. ഉച്ചയ്ക്ക് ഒരു 11 മണിയാവുന്നേ ഉള്ളൂ. ഞാൻ പ്രിൻസച്ചനെ വിളിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, മോനെ ഞാൻ വൈകിട്ടേ ഇനി വരത്തുള്ളൂ, ആരാണേലും ഒന്ന് പോയേച്ച് വരാൻ പറ്റുമോ നോക്കി, ഇല്ലെങ്കിൽ അവിടെ ആരെങ്കിലും അച്ഛന്മാരുണ്ടെങ്കിൽ പറയാൻ പറയാം. ഞാൻ പറഞ്ഞു, അപ്പച്ച പ്രിൻസച്ചൻ പോയി, ഇവിടെ ഇപ്പം നിലവിൽ തിരുവേനി മാത്രമേ ഉള്ളൂ, മേളി തിരുവേനോട് നമുക്ക് പറയാനും പറ്റുന്നില്ല, പോയിട്ട് വാ. പറ്റത്തില്ല, എനിക്ക് കുംഭസാരിച്ച് വെക്കത്തുള്ളൂ. സെക്രട്ടറി അച്ഛനുണ്ട്, ഞാൻ പോയി കാണാൻ പോകുന്ന പറഞ്ഞു. അവന് സെക്രട്ടറി അച്ഛനും ഇല്ല. എന്ത് ചെയ്യും? ഭാഗ്യം പോലെ അന്നേരം ഒരു അച്ഛൻ വന്നു, ബുക്ക് മേടിക്കാൻ വന്നാണ്. അച്ഛനോട് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, മോനെ ഞാൻ കുംഭസാരിപ്പിക്കാം, കുഴപ്പമില്ല, കറുത്തപ്പായുണ്ട്. നമ്മൾ അച്ഛനെ വിളിച്ചു. അച്ഛൻ പറഞ്ഞു, കുഴപ്പമില്ല, ലെറ്റർ മേടിച്ചാൽ മതി, കുഴപ്പമില്ല. എന്തൊരു ആശ്വാസമായിരുന്നു അറിയാം അപ്പച്ചനെ. ഞാൻ വിചാരിച്ചു, ദൈവമേ. എന്നിട്ട് പള്ളിയിലോട്ട് പോകുന്ന വഴിക്ക് എന്നോട് പറഞ്ഞു, എൻ്റെ ഷമ്മാശ വരുന്ന ആഴ്ച പൊതുയോഗമാണ്, ഞാൻ കയറിയേച്ച് വേണം എനിക്ക് മറ്റവൻ്റെ പേര് പറയാൻ, പരിപാടി മൊത്തം പാളുമെന്നും കണ്ടിരുന്നാണ്. ഒത്തിരി സന്തോഷം എന്ന് പറഞ്ഞിട്ട് പള്ളിയിലോട്ട് പോയി. എന്താണ് നമ്മളിത് അറിയുന്നില്ല. നമ്മൾ ഒരിക്കലെങ്കിലും ഈ പരിശുദ്ധ കൂദാശയുടെ തരുന്ന ഒരു ആനന്ദം അറിഞ്ഞിരുന്നെങ്കിലുണ്ടല്ലോ. നമുക്ക് MT വാസുദേവൻ നായരെ അറിയാമല്ലോ, ഇല്ല? കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് നമ്മുടെ ഇടയിൽ നിന്ന് കടന്നുപോയ ഒരു സാഹിത്യ പ്രഭയായിരുന്നു, ഒരു പ്രതിഭയായിരുന്നു. MT വാസുദേവൻ നായരുടെ ഒരു മനോഹരമായ കൃതിയുണ്ട്, വാരണാസി എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്, വാരണാസി. അതിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഒരു നല്ല വരിയുണ്ട്. എന്താ അറിയാം? ഈ അമ്പലങ്ങളിൽ കൂടെ കുംഭസാരക്കൂട് ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. കാരണം ഈ തൊഴുതിറങ്ങുമ്പോൾ ഈ ഉള്ളി കൊണ്ട് നടക്കുന്ന സങ്കടം എവിടെയെങ്കിലും ഒന്ന് കൊണ്ടിറക്കണ്ടേ? ആരോടെങ്കിലും ഇതൊന്ന് പറയണ്ടേ? നമ്മളൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഈ പാപം കെട്ടുന്നു, പാപം അഴിക്കുന്നു, കെട്ടുന്നു അഴിക്കുന്നു. അതുകൊണ്ട് കൂടെയാണ് ഈ പലരും കുമ്പസാരിക്കാൻ വരാൻ ഇഷ്ടപ്പെടാതെ. ഇപ്പം പാപങ്ങളുടെ പട്ടിക എന്ന് പറഞ്ഞ നമ്മുടെ കുർബാനക്രമത്തിലൊക്കെ ഇതും കൂടെ വായിക്കുമ്പോഴേ മനസ്സ് മടുക്കും. പിന്നെ ഇതിന് ഞാൻ ചെയ്ത ഏതാണ്, ചെയ്യാത്ത ഏതാണ്, പിന്നെ അത് വന്ന് അച്ഛനോട് പറയണം, പിന്നെ ഈ അച്ഛൻ എന്നെ എങ്ങനെ നോക്കൂ. ഇത് വേറൊരു തലം കൂടെ ഉണ്ട് കേട്ടോ. നിങ്ങളുടെ വിഷമങ്ങൾ പറയാൻ പറ്റുന്നൊരു സ്ഥലം കൂടാണ്. അങ്ങനെ കൂടെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ആശ്വാസം കിട്ടും. നിങ്ങളുടെ ജീവിത പങ്കാളിയോട് പറഞ്ഞിട്ട് മനസ്സിലാകാത്ത നിങ്ങളുടെ സങ്കടങ്ങൾ, നിങ്ങളുടെ മക്കൾ മനസ്സിലാക്കാത്ത കാര്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ ഇടങ്ങൾ, നിങ്ങളുടെ സങ്കടങ്ങൾ, മനസ്സിൻ്റെ ഭാരങ്ങൾ എല്ലാം ഇറക്കി വെക്കേണ്ട ഒരിടം കൂടാണ് ഈ കുമ്പസാരം. അത് നിങ്ങൾ ഒരിക്കൽ അതിൻ്റെ ആനന്ദം അറിഞ്ഞുകൊണ്ടല്ലോ, പിന്നെ നിങ്ങൾ നിരന്തരം കുമ്പസാരിക്കും. ഞാൻ ഈ ചെങ്ങന്നൂർ ചന്തയിലാണ് സാധനമൊക്കെ മേടിക്കാൻ വരുന്നത്. കുറേ പേരെങ്കിലും എന്നെ കണ്ടിട്ടുള്ള അങ്ങനെ ആയിരിക്കും. എന്നൊരു തൊപ്പിയും കുപ്പായൊക്കെ ഇട്ട് പച്ചക്കറിയും മേടിച്ചിട്ടുണ്ടെങ്കിൽ സ്ഥിരം കാഴ്ചയാണ്. എനിക്കും തോന്നിയിട്ടുണ്ട്, ദൈവമേ, പലപ്പോഴും ഞാൻ കോമാളിയാവുന്നെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. പക്ഷെ വേറെ ആരുമില്ല, ഞാൻ മേടിച്ചു കൊടുത്താലേ വീട്ടിലുള്ളൂ. സ്ഥിരം നമ്മുടെ ചന്തയിൽ നിന്ന് സാധനം മേടിക്കുന്ന ഒരു പച്ചക്കറിക്കാരനുണ്ട്, നിങ്ങൾക്കറിയായിരിക്കും. ഒരു ഉന്തുവണ്ടിയിൽ കൊണ്ടുവന്ന് ഈ വണ്ടി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരാളാണ്, ആന്റണി എന്ന് പറയുന്ന ഒരാളാണ്. മലങ്കര കത്തോലിക്ക പള്ളിയിൽ അംഗമാണ് അദ്ദേഹം. ഭയങ്കര കൂട്ടാണ് ഞാനായിട്ട്. ഞാൻ ഇന്നും അദ്ദേഹത്തിൻ്റെ രീതികളൊക്കെ ഇങ്ങനെ ചോദിക്കും, എപ്പോഴാണ് കട തുറക്കുന്നത്, എങ്ങനെയാണ് കാര്യങ്ങൾ. അന്നേരം എന്നോട് പറയും, ഞാൻ ഇന്നും കുർബാനയ്ക്ക് പോകുമെന്ന് പറയും. നമ്മൾ വലിയ വെള്ളക്കുപ്പായൊക്കെ ഇട്ട് എന്തോ സംഭവമാണെന്നുള്ള രീതിയിലാണ് ഈ ചന്തയ്ക്കൂടൊക്കെ വരുന്നത്. ഞാൻ ഒരു ദിവസം പോലും കുർബാന മുടക്കാതാണ് അച്ഛാ വന്ന് ഈ കടയുടെ ടാർപ്പ അഴിക്കുന്നതെന്ന് പറയുമ്പോൾ. കാരണം കത്തോലിക്ക സഹോദരങ്ങൾ എന്നും കുർബാനയുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞു എന്നോട്, എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം ഇച്ചിരി നേരത്തെ കട പൂട്ടിച്ച് ഞാൻ പള്ളിയിലോട്ട് ഓടും. കച്ചവടക്കാർക്ക് കുമ്പസാരം കൊടുക്കാൻ വേണ്ടി അച്ഛൻ പള്ളിയിരിപ്പുണ്ട്. നമ്മൾ ചിന്തിക്കും, ദൈവമേ, ആഴ്ച എന്ത് പാപം ചെയ്തിട്ടാണ്? പാപമൊന്നും അല്ല. ആ എല്ലാവർക്കും ഉള്ളതുപോലെ ആ മനുഷ്യനും കുറെ സങ്കടങ്ങളുണ്ട്. ഇത്ര മനോഹരമായ കൂദാശ നമ്മുടെ സഭയിലുണ്ടെന്നറിയാമോ? കുമ്പസാരത്തെ പറ്റി മാത്രമല്ല ഞാനീ പറയുന്നത്, എല്ലാ കൂദാശയും. നമുക്കിന്ന് വേറെ കാര്യങ്ങളൊക്കെ മതി, നമുക്കിനി ഇതൊന്നും വേണ്ട. ഞാനിത് എന്നെ കൂടെ ചേർത്താ പറയുന്നത് കേട്ടോ. ഞാനൊരു 1/4 മണിക്കൂർ നിങ്ങളെ ഇരുന്ന് കുത്തുന്നത് നിങ്ങൾക്ക് തോന്നരുത്, എന്നെ കൂടെ ചേർത്താണ് ഈ പറയുന്നത്.
കഴിഞ്ഞൊരു ദിവസം ഞാൻ ശുശ്രൂഷിക്കുന്ന പള്ളിയിൽ ഒരു അമ്മച്ചിയോട് ഞാൻ ഈ നോമ്പൊക്കെ ആയപ്പോൾ ഞാൻ അറിയാമെന്ന് ചോദിച്ചു. അമ്മച്ചി തൈലാഭിഷേകം വേണമെന്ന് ചോദിച്ചു. വേണമെന്ന് പറഞ്ഞു. എനിക്ക് അന്നങ്ങ് കൊടുത്തിരുന്നെങ്കിൽ അതങ്ങ് നടന്നു പോയേനെ വരുന്നത്. എൻ്റെ മണ്ടത്തരം. ഞാൻ വിചാരിച്ചെന്ന് 2 ദിവസം കഴിയട്ടെ എന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് ചോദിച്ചപ്പോൾ അമ്മച്ചി പറഞ്ഞു, മോനെ മോള് വരുന്നുണ്ട്, എന്നിട്ട് മതി എന്ന് പറഞ്ഞു. ഇവിടെ തിരിഞ്ഞപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, മോള് വരുന്നൊന്നുമല്ല അച്ഛൻ, ഭയങ്കര പേടിയാണ്. ഇനിയിപ്പോൾ തൈലാഭിഷേകം കിട്ടി വൈകിട്ടങ്ങാണങ്ങ് പോവോ എന്നുള്ള പേടിയാണ്. ഇനിയിപ്പം തരാനും പോകുന്നില്ല, വിളിക്കാനും പോകുന്നില്ല. ഇനി നമുക്കൊക്കെ തൈലാഭിഷേകം എന്തിനു വേണ്ടിയുള്ളതാണ്? ഇപ്പോൾ ഉമയാറ്റുകരയിൽ ഇത് 96 പേരാണ് ഉമയാറ്റുകര പള്ളിയിൽ തൈലാഭിഷേകം സ്വീകരിക്കാൻ വന്നത്. അത്ര പേർക്കെങ്കിലും ദൈവമേ ഇതിൻ്റെ യാഥാർത്ഥ്യം അറിയാമെന്നുള്ളത് ഓർത്തപ്പോൾ സന്തോഷം തോന്നി. രോഗസൗഖ്യത്തെക്കാട്ടിലപ്പുറം നമുക്കിത് ഏതോ ഒരു സമയത്ത് നമുക്കിത് അന്ത്യകൂദാശയായിട്ട് മാറിപ്പോയി. നമുക്കിന്ന് രോഗസൗഖ്യത്തിന് പക്ഷെ നമ്മൾ വേറെ കാര്യങ്ങളുടെ പുറകെ പോകുന്നുണ്ട്. ഒരു 6-7 വർഷം മുമ്പ് ഞാൻ എൻ്റെ കുറച്ച് പ്രിയപ്പെട്ടവരെ കൊണ്ട് അമൃത ആശുപത്രിയിൽ പോയി, എറണാകുളത്ത്. അമൃത ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ ഡോക്ടറെയൊക്കെ കണ്ട് ഉച്ചയ്ക്ക് ഇറങ്ങിയപ്പോൾ അവർക്കൊരാഗ്രഹം, വല്ലാർപാടം പള്ളി ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നൊരാഗ്രഹം. ഇവരെ കൊണ്ട് വല്ലാർപാടം പള്ളിയിൽ പോയി. വല്ലാർപാടം പള്ളി നിങ്ങൾക്കറിയാം. അവിടെ പോയി ഉച്ചയ്ക്ക് ധ്യാനം ഉണ്ടെന്ന് പറയുന്നു, ഉച്ചക്കഞ്ഞി ഉണ്ടെന്ന് പറയുന്നു. സത്യമായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പള്ളി ചെന്ന് അകത്തോട്ട് കയറി കഴിഞ്ഞപ്പോൾ ഈ പള്ളിയുടെ മുറ്റത്തൊരു 10-15 സ്ത്രീകൾ ഇന്ന് തൂപ്പാണ്, നിന്ന് തൂക്കുവാണ്. അവിടെ ഇർക്കിച്ചൂല് പള്ളിയിൽ നിന്ന് കൊടുത്തോളൂ. ഞാൻ വിചാരിച്ച് സേവനവാരമാണ്. സേവനവാരമല്ല, പള്ളിയിലെ പ്രധാന നേർച്ചയാണ്. ഒറ്റ അടിച്ച മാതാ അനുഗ്രഹിക്കും. നമ്മളൊക്കെ 1500 രൂപ കൊടുത്തിട്ടാണ് ആഴ്ച ഒരുത്തനെ കൊണ്ട് ഈ പള്ളിമുറ്റം അടുപ്പിക്കുന്നത്. എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തെങ്കിലും ഒരു പ്രത്യേക നേർച്ചയാന്നൊക്കെ പറഞ്ഞ് 2 ചൂല് വെച്ച് എല്ലാവരും ഒന്ന് തൂത്തോളും. രോഗസൗഖ്യത്തിന് അത് ചെയ്താൽ നടക്കും, അല്ലെങ്കിൽ ഇത് ചെയ്താൽ നടക്കും എന്ന് നമുക്ക് ധൃതിയാണ്. കൃപാസനത്തിൽ പോയി എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ ഒരു യാത്ര കഴിഞ്ഞ് വന്നപ്പം പറഞ്ഞാണ്, എവിടെ പോയെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഞാൻ ഉടമ്പടി പുതുക്കാൻ പോയതാന്ന് പറഞ്ഞു. ഉടമ്പടി റീചാർജ് ചെയ്യാൻ പോയത്. 3 മാസത്തെ കാലാവധിയേ ഉള്ളൂ, പിന്നെ റീചാർജ് ചെയ്യണം, ഇല്ലേ എഫക്റ്റ് പോവും. ഇതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ശരിക്കും കർത്താവ് നമ്മളെ തൊടുന്ന കാര്യങ്ങളോട് നമുക്ക് വലിയ വിലയൊന്നുമില്ല. ഇന്ന് കൂനിയ നിവൃത്തി ഞായറാഴ്ച അല്ലായിരുന്നു. എത്ര മനോഹരമാണ്. ആ അമ്മ 18 വർഷം കൂനി പിടിച്ചിരുന്ന ഒരു സ്ത്രീ കർത്താവിനോട് പറഞ്ഞു പോലും ഇല്ല എനിക്ക് വയ്യെന്ന്. കർത്താവ് കണ്ടിട്ട് ഇറങ്ങിച്ചെന്ന് കൊടുക്കുകയാണ്. ഈ മദ്ബഹായിന്ന് കിട്ടാത്ത ഏത് സൗഖ്യമാണ് നിങ്ങൾക്ക് വേറൊരിടത്തുനിന്ന് കിട്ടാൻ പോകുന്നത്? ഈ മദ്ബഹായിൽ നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത ഒരു മാതാവിനെ നിങ്ങൾക്ക് ഏത് കൃപാസനത്തിൽ പോയാലും കാണാം. എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല, നിങ്ങൾ പറഞ്ഞു തന്നാൽ മതി. ഈ മദ്ബഹായിന്ന് നിങ്ങൾക്ക് കിട്ടാത്ത ഒരു ആശ്വാസം, ഇവിടുന്ന് നിങ്ങൾക്ക് കിട്ടാത്ത ഒരു നിറവ് നിങ്ങൾ എവിടെ പോയാലും കിട്ടാൻ പോകുന്നില്ല. അല്ലെങ്കിലും സ്വന്തം വീട്ടിലെ ആഹാരത്തിന് രുചി കുറയും. നമുക്ക് പുറത്തുനിന്ന് കഴിച്ചാണല്ലോ ശീലം നമുക്ക് എല്ലാവർക്കും. നമുക്ക് പിന്നെ ഇന്ന് പെരുന്നാളുകളുണ്ട് ഇല്ലേ? നമ്മുടെ തന്നെ ഭദ്രാസനത്തിൽ ഒരു പള്ളിയിൽ പെരുന്നാൾ നടത്തി 2 ദിവസത്തേക്ക് ബാൻഡുമേളക്കാരെ വിളിച്ചപ്പോൾ 3 ലക്ഷത്തോളമായി ഏകദേശം. ചാലക്കുടിയിൽ നിന്ന് 2 ദിവസത്തേക്ക് വന്നതാണ്. പെരുന്നാൾ നടത്തുന്ന വിശുദ്ധന്റെ ഫ്ലെക്സ് 5 അടി പൊക്കമാണ്. ഇത് കൊട്ടുന്നവരുടെ ഫ്ലെക്സ് 10 അടിയിലാണ്. ഒന്ന് ഇവരെ കണ്ടുവരണം, അല്ല ഭാവയെ കണ്ടുവരണം. എങ്ങനെയാലും ആള് വന്നാൽ മതി. നമുക്ക് കൊടി ഉയർത്തുമ്പോൾ നമുക്ക് ബലൂൺ ഉയർത്താം, 2 സെറ്റ് ചിങ്കാരിമേളം, 10 ലക്ഷത്തിന്റെ വെടിക്കെട്ട്. ഇപ്പൊ നോട്ടീസ് ഈ വെടിക്കെട്ടെന്നൊന്നും എഴുതത്തില്ല. നമ്മൾ വളരെ എന്താ പറയണ്ടേ, പെർഫ്യൂംഡ് വാക്കാണ് ആകാശ ദീപക്കാഴ്ച. അത് പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, വേറെ എന്തോ ദീപാരാധന പോലെ എന്നൊക്കെ തോന്നിപ്പോകും. വെടിക്കെട്ട് തന്നെയാണ്, എത്ര അലങ്കരിച്ചാൽ ഇത് വെടിക്കെട്ടാണ്. 15 ലക്ഷം മുടക്കി ആകാശത്ത് പോയി പൊട്ടുന്ന ഈ സാധനത്തിന്റെ തീയും ചാരവും വന്ന് വീഴുന്നത് മോളെ കെട്ടിക്കാൻ ഗതിയില്ലാത്ത ഒരുത്തിന്റെ വീടിന്റെ മേളിലാണ്. 5 ലക്ഷം ആയിക്കോട്ടെ, നിങ്ങൾ 5 ലക്ഷം മുടക്കി പൊട്ടിക്കുന്ന ഈ സാധനം ആകാശത്ത് പോയി പൊട്ടി വീഴുന്നത് നാളെ കീമോയ്ക്ക് നിവൃത്തിയില്ലാത്തൊരുത്തിന്റെ വീട്ടിലാണ്. ഒരു കീമോ ചെയ്യാൻ എത്ര രൂപ വേണം? കുറഞ്ഞത് 8000 രൂപ വേണം ഒരു കീമോ ചെയ്യാൻ. ഡയാലിസിസ് ചെയ്യണമല്ലോ, മിനിമം 2500 രൂപ വേണം. എറണാകുളത്തൊരു പള്ളിയിൽ പെരുന്നാളിന് കൊടിയേറ്റുന്നതിൻ്റെ കൂടെ ബലൂൺ ഉയർത്തിയ വക 4800 രൂപ ചെലവ്. സ്നേഹമുള്ളവരെ, യെരുശലേം ദേവാലയത്തിൽ നിന്ന് പെരുന്നാൾ കഴിഞ്ഞ് മാതാവ് യൗസേപ്പോടെ മടങ്ങിപ്പോകുന്ന ഒരു യാത്ര നമ്മൾ വായിക്കുന്നുണ്ട്. യെരുശലേം ദേവാലയത്തിന്റെ കുന്നിറങ്ങി ഇവരിങ്ങനെ നടന്നു വരുമ്പം 3 ദിവസത്തെ വഴിദൂരം പോയെന്നാണ് പറയുന്നത്. 3 ദിവസത്തെ വഴിദൂരം കഴിഞ്ഞപ്പോഴാണ് ഇവര്, യൗസേപ്പ് വിചാരിച്ചു കുഞ്ഞ് ആരുടെ കാണും? മാതാവിൻ്റെ കൂടെ കാണും. മാതാവ് വിചാരിച്ചു യേശു ആരുടെ കാണും? യൗസേപ്പിന്റെ കൂടെ കാണും. 3 ദിവസത്തെ വഴിദൂരം എന്നൊക്കെ പറയുമ്പോൾ കുറഞ്ഞത് ഒരു 50 കിലോമീറ്ററെങ്കിലും അവർ നടന്നിട്ടുണ്ടാകും.
ഒരു തിരിവിൽ ഇവർ രണ്ടും തിരിച്ചറിയുന്നുണ്ട്. യേശു ഇവിടെ ഇല്ലായിരുന്നു, യേശു അവിടെ ഇല്ലായിരുന്നു. നിശ്ചയമായിട്ടും നമ്മൾ ഒരു ദിവസം തിരിച്ചറിയും കേട്ടോ. നമ്മുടെ ഓട്ടം എല്ലാം കഴിഞ്ഞ്, ഉടമ്പടി എല്ലാം കഴിഞ്ഞ്, തൂപ്പെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ഇരിക്കുമ്പം നമ്മൾ മനസ്സിലാകും കർത്താവ് എവിടെയായിരുന്നു ശരിക്കും. ഈ വിരലിനിടയിൽ കൂടി ഊർന്നു പോകുന്ന സത്യം എന്നൊക്കെ പറയുന്നൊരു വാക്കുണ്ടല്ലോ, നമ്മൾ പോലും അറിയാതെ ജീവിതത്തിൽ നഷ്ടപ്പെടുന്നൊരു യാഥാർത്ഥ്യമാണ്. മരിക്കുന്നതിന് 3 ദിവസം മുമ്പ് ഒരു കുഷ്ഠരോഗിയുടെ കണ്ണുനീര്, അവൻ ഒറ്റപ്പെടുന്നതിൻ്റെ വേദന മനസ്സിലാക്കിയിട്ട് അവൻ്റെ അടുക്ക പോയി അവൻ്റെ കൂടെ ഇരുന്ന് ആഹാരം കഴിച്ചപ്പോൾ യേശു എന്താ ചെയ്തത്? കർത്താവിൻ്റെ കണ്ണുനീര് തുടയ്ക്കുകയാണ് ചെയ്തത്. യേശു തുടയ്ക്കുന്നത് പോലെ ഈ ലോകത്ത് ഒരു മനുഷ്യനും കണ്ണീര് തുടയ്ക്കത്തില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 60-70 വയസ്സായവർക്ക് ഇച്ചിരി കൂടെ മനസ്സിലാവും. ആര് കണ്ണുനീര് തുടച്ചാലും നാളെ ആ തുടച്ചതിൻ്റെ കണക്ക് പറയും. നിങ്ങൾ ഈ കുമ്പസാരത്തിന് വന്ന് മുട്ടുകൂത്തി നിങ്ങളുടെ ഹൃദയം പകരുമ്പം കർത്താവ് കണ്ണുനീര് തുടയ്ക്കുന്ന ഒരു ദിവ്യാനുഭവമുണ്ട്. കുർബാനയൊക്കെ പടിഞ്ഞാറോട് എഴുന്നള്ളിക്കുമ്പോൾ നമ്മൾ പറയില്ല, നിന്റെ വലങ്കൈ നീട്ടി ഇവരെ അനുഗ്രഹിക്കണമേ. അച്ഛൻ്റെ കൈയല്ല വെക്കുന്നത് കേട്ടോ. അച്ഛനല്ല നിങ്ങളെ തൊടുന്നത്. നിങ്ങളങ്ങനെ വിചാരിക്കുന്നുണ്ടോ അച്ഛനാണ് തൊടുന്നത്? ഒരിക്കലും അല്ല. കണ്ണുനീര് തുടയ്ക്കാൻ ഒരാൾ ആ കുമ്പസാര പീഠത്തിൻ്റെ അരികെ ഇരിപ്പുണ്ട്. സ്നേഹമുള്ളവരെ, ഇതിൻ്റെ വേറൊരു ഭാഗം കൂടെ ഉണ്ട്. നമുക്കൊരു വിളിയില്ലേ? മരിക്കുന്നതിന് തൊട്ടു മുൻപ് പോലും വേറൊരു മനുഷ്യന്റെ കണ്ണുനീരൊപ്പുന്ന യേശുവിൻ്റെ പിന്നാലെ പോയ നമുക്കുള്ള വിളി എന്താണ്? വിശുദ്ധ കുർബാനയുടെ അവസാനം ഒരു ആശീർവാദം തന്നിട്ടാണല്ലോ നമ്മളെ അയക്കുന്നത്, സമാധാനത്താലെ പോവുക. എന്താ അതുകൊണ്ട് അർത്ഥം? 1.5 മണിക്കൂർ നീ ഇവിടെ വന്ന് നിന്നു, കുർബാനയൊക്കെ കണ്ട് ഇനി സന്തോഷമായിട്ട് പൊക്കോളാനല്ല, സമാധാനത്താലെ പോകാൻ എന്ന് പറഞ്ഞാൽ കയ്യിലൊരു സമാധാനം ജീവിതത്തിൽ തന്നിട്ടുണ്ട്. ഈ സമാധാനം കൊണ്ട് വേണം പുറത്തേക്ക് പോകാൻ. പുറത്തേക്ക് പോയിട്ട് എന്ത് ചെയ്യണം? ഈ സമാധാനം ഇല്ലാത്തവന് ഈ സമാധാനം കൊടുക്കണം. നിർഭാഗ്യവശാൽ നമ്മൾ മറ്റു മനുഷ്യരുടെ സമാധാനം കളയാം. ആദ്യം വീട്ടിലുള്ളവരുടെ കളയും, പിന്നെ നാട്ടിലുള്ളവരുടെ കളയും. സമാധാനത്താലെ പോകുകയെന്ന് പറഞ്ഞാൽ അടുത്ത കുർബാന വരെ ഇതിങ്ങനെ കൊടുക്കണം മനുഷ്യർക്ക്. ഒരുത്തൻ്റെയെങ്കിലും കണ്ണുനീര് തുടയ്ക്കാനൊന്ന് ഈ നോമ്പുകാലത്ത് പറ്റും. വേറെ ഒരു ശുശ്രൂഷ ഈ നോമ്പുകാലത്ത് പ്രധാനപ്പെട്ടതില്ല. 50 ദിവസത്തെ നോമ്പ് കഴിഞ്ഞ് ഈസ്റ്ററിൻ്റെ അന്ന് കർത്താവെ രക്ഷപ്പെട്ടു. 50 ദിവസം നോയമ്പ് മുടങ്ങിയില്ല, മുട്ട കൂട്ടിയില്ല, മീൻ കഴിച്ചില്ല, കുമ്പിട്ട് കൈയുടെ മുട്ടയൊക്കെ പൊട്ടി ശരീരം ക്ഷീണിച്ചു, നോയമ്പ് കഴിഞ്ഞു. അല്ല, തെറ്റിപ്പോയി. അടുത്ത് നിൽക്കുന്ന ഒരാളോടെങ്കിലും എന്തോ പ്രശ്നം, എന്തോ വിഷമം ചോദിച്ചിട്ടുണ്ടോ? നമ്മൾ ഈ വരുന്ന ആഴ്ച 4-5 ദിവസങ്ങളിൽ പാമ്പാടി തിരുമേനിയുടെ ഓർമ്മയാണല്ലോ പെരുന്നാൾ. നിങ്ങൾക്കറിയാവുന്ന ഞാൻ കരുതുന്നത് പാമ്പാടി തിരുമേനി അപ്രഖ്യാപിത പരിശുദ്ധനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രൈം ക്വാളിറ്റി എന്താണെന്നറിയാമോ? ഏത് മനുഷ്യൻ അടുത്ത് വന്നാലും, പള്ളിക്കാർ പ്രശ്നമായിട്ടായിരിക്കും വരുന്നത്, നാട്ടുകാർ വിശേഷം തിരക്കാനായിരിക്കും വരുന്നത്, ആര് വന്നാലും ആദ്യം ചോദിക്കുന്നത് എല്ലാം കഴിച്ചായിരുന്നെന്ന് ചോദിക്കും. എല്ലാം കഴിച്ചോ? ഇച്ചിരി വെള്ളം എടുക്കട്ടെ. വെള്ളം കൊടുത്തിട്ടേ വിടൂ, വെള്ളം കൊടുക്കും. എന്നിട്ടാണ് കാര്യത്തിലേക്ക്. ഇതിലെന്തെങ്കിലും കാര്യമുണ്ടോ? എനിക്ക് ഈ നോമ്പുകാലത്ത് ചെയ്യാവുന്നൊരു മനോഹരമായ ഒരു ക്രിസ്ത്യൻ ഹോംവർക്കാണ് ഇത് കേട്ടോ. മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് കയറുന്ന വാതിൽ ഏതാന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് അപരിചിതനായ ഒരു മനുഷ്യനായിക്കോട്ടെ, നിങ്ങളെ ആദ്യമായിട്ട് കാണുന്ന ഒരാളായിക്കോട്ടെ, നിങ്ങൾ ആ കണ്ണിലോട്ടൊന്ന് ഉറ്റു നോക്കിയിട്ട് ചോദിച്ചാൽ മതി, എല്ലാം കഴിച്ചായിരുന്നോ? ആ നിമിഷം നിങ്ങളയാളുടെ ഹൃദയം തുറക്കുന്ന സമയമാണ്. ഞാനൊന്നും കഴിച്ചില്ലെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിലിങ്ങനെ ചോദിക്കുമായിരുന്നില്ല, അത്താഴ ഭക്ഷണിക്കാരുണ്ടോ? കൊടുക്കാൻ വേണ്ടിയൊന്നുമല്ല, പക്ഷേ വീടിൻ്റെ ഉമ്മറത്ത് ഇറങ്ങി നിന്നൊരു 4 പേര് കേൾക്കത്തക്ക രീതി ഉറക്കം ചോദിച്ച് പട്ടിണിപ്പാവ് ഈ പരിസരത്ത് എങ്ങും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രം ഉറക്കം വരുന്നൊരു തലമുറ നമുക്ക് മുമ്പുണ്ടായിരുന്നു. നോമ്പിൽ ഇതൊക്കെ ഉദ്ദേശിക്കുന്നുള്ളൂ. അന്നേരം നമ്മൾ വിചാരിക്കും എൻ്റെ സങ്കടം ഒഴിഞ്ഞിട്ട് നേരെയില്ല, അന്നേരമാണ് അവൻ്റെ കണ്ണുനീരൊപ്പാൻ. നിക്കോസ് കസൻതസാക്കീസ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ടായിരുന്നു. കസൻതസാക്കീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഗ്രീക്കുകാരനായ ഒരു എഴുത്തുകാരനാണ്. ഒരു ദിവസം അയാളിങ്ങനെ അലയുന്ന മനുഷ്യനാണ്. ഒരു പ്രദേശത്ത് ഉറച്ചു നിൽക്കത്തില്ല, എല്ലാ പ്രദേശത്തും ഇങ്ങനെ അലയുന്ന ഒരു എഴുത്തുകാരനാണ്. ഒരു ദിവസം ഇങ്ങനെ യാത്രക്കിടയിൽ ഒരുപാട് വൈകി. ഗ്രീക്ക് പ്രദേശമാണ്, ഗ്രീക്ക് പ്രദേശമാണ്. ആ ഒരു പ്രദേശത്ത് ഒരു ദിവസം ഒരു സന്ധ്യ മയങ്ങിയപ്പോൾ ഏതെങ്കിലും ഒരു വീട്ടിൽ അന്തി ഉറങ്ങണം, ആഹാരം കഴിക്കണം. ഇങ്ങനെ ഒരു യാചകനെ പോലൊരു വീടിൻ്റെ വാതിലി മുട്ടി. അതൊരു ഗ്രീക്ക് പുരോഹിതന്റെ വീടായിരുന്നു. ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ ഒരു വൈദികന്റെ വീടായിരുന്നു. ഞാൻ യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്ന ആളാണ്, എനിക്കൊരു ഇടം തരാമോ എന്നൊക്കെ ചോദിച്ചു. വന്നോളാൻ പറഞ്ഞു, അകത്തിരുന്നോളാൻ പറഞ്ഞു. വിശ്രമിക്കാൻ ഒരിടം കൊടുത്തു, ആഹാരം കൊടുത്തു. അന്നേരം ഈ സാക്കീസ് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു മനുഷ്യരുടെ മുഖത്തൊരു സന്തോഷമില്ല വീട്ടിൽ. ഇയാൾ വിചാരിച്ചു ഇനി ഞാൻ വന്ന ആർക്കും ഇഷ്ടപ്പെട്ടില്ലേ. അച്ഛൻ പിന്നെയും കുഴപ്പമില്ല, അച്ഛൻ എന്തൊക്കെയോ കുടിക്കാനെങ്കിലും തന്നു, മുറി തന്നു.
വീട്ടിലെ പെണ്ണുങ്ങൾക്കൊന്നും ഒരു മുഖത്തൊരു തെളിച്ചില്ല, എല്ലാവർക്കും ഒരു സങ്കടമാണ്. അതൊന്നും കാര്യമാക്കാതെ കൊടുത്ത ആഹാരവും കഴിച്ച് ഇയാൾ രാത്രി ഉറങ്ങി. പിറ്റേന്ന് രാവിലെ ഇയാൾ ഇറങ്ങാൻ നേരത്ത് ഇയാൾക്ക് വഴിക്ക് ആവശ്യമുള്ള ആഹാരവും പൊതിഞ്ഞു കൊടുത്തിട്ടാണ് ഈ അച്ഛൻ വിട്ടെ. തിരിച്ച് ആ വീടിറങ്ങി ആ നാട്ടിലെ ഒരു കവലെ ചെന്ന് തിരക്കുമ്പോഴാണ് അറിയുന്നത് ഇവൻ ഈ അഭയം ചോദിച്ച് ചെല്ലുന്ന ദിവസം രാവിലെ ഈ അച്ഛൻ്റെ മൂത്ത മകൻ മരിച്ച ദിവസമാണ്. ഇത് കഥയൊന്നുമല്ല കേട്ടോ, അയാളുടെ അനുഭവത്തിൽ അയാൾ എഴുതിയാണ്. ഒരു പകല് മൂത്ത മകൻ മരിച്ച മരണ വീട്ടിൽ ഒരു യാത്രികൻ കയറി വന്നപ്പോഴും അവൻ അഭയം കൊടുത്ത പുരോഹിതന്റെ മനസ്സിനെ പറ്റിയാണ് അവൻ എഴുതുന്നത്. അത്രയും എൻ്റെ ഭാരം കഴിഞ്ഞിട്ട്, എൻ്റെ സങ്കടം കഴിഞ്ഞിട്ട് ഞാൻ ആശ്വസിപ്പിക്കാവോ എന്ന് പറഞ്ഞാൽ ഈ ജന്മത്ത് നടക്കാൻ പോകുന്നില്ല. നമ്മുടെ കണ്ണുനീര് അതിൻ്റെ ഉപ്പുരസം കുടിച്ചിറക്കിക്കൊണ്ട് തന്നെ വേറൊരാളുടെ കണ്ണുനീര് തുടയ്ക്കാനുള്ള വിളിയാണ് ഈ മാമോദിസ തൊട്ടിന്ന് നമുക്ക് കിട്ടിയതെന്ന് മാത്രം ഞാൻ സ്നേഹത്തോടെ ഓർപ്പിക്കുക. മരണത്തിന് 3 ദിവസം മുമ്പ് അവൻ്റെ വീട്ടിൽ കർത്താവ് വിരുന്നിന് വന്നപ്പം ഈ ഒരു പാഠം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നും ഈ സഭയിൽ നമ്മുടെ ഭാരങ്ങൾ ഏറ്റെടുക്കാൻ കർത്താവുണ്ട്. ആ കർത്താവ് നമ്മുടെ ഭാരങ്ങൾ ഏറ്റെടുത്തതിന് ശേഷം നമ്മുടെ കൂടെയുള്ള പാവപ്പെട്ട മനുഷ്യരുടെ സങ്കടങ്ങളോടെ ഒരു കൈത്താങ്ങ് കൊടുക്കാൻ നമുക്കൊരു വിളിയുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചോളാം. ശരിക്കും യേശു ഈ കുഷ്ഠരോഗിയായ മനുഷ്യനോട് എന്തെങ്കിലും വചനം പറയുന്നുണ്ടോ? നമ്മൾ ആ സുവിശേഷം മുഴുവൻ വായിക്കുമ്പോൾ ഇവർ തമ്മിലുള്ളൊരു സംഭാഷണം അധികം നമ്മൾ കാണുന്നില്ല. കുറച്ചങ്ങോട്ട് വായിച്ചു വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഒരു പാപിനിയെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു സ്ത്രീ വന്ന് ഇവന്റെ കാല് കണ്ണുനീര് കൊണ്ട് കഴുകുന്നു, തൈലം ഒഴിക്കുന്നു, മുടി കൊണ്ട് തൂർത്തുന്നു. ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. യേശു ആ വീട്ടിൽ ചെന്നിട്ട് ഒന്നും ചെയ്തില്ല. കർത്താവ് നിന്നെ സ്നേഹിക്കുന്നുവെന്ന് കുഷ്ഠരോഗിയോട് പറഞ്ഞില്ല. നീ വിഷമിക്കേണ്ട, നിന്റെ കൂടെ ഞാനുണ്ടെന്ന് പറഞ്ഞില്ല. നിന്റെ രോഗമൊക്കെ മാറുമെന്ന് പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ല. യേശു ആകെ ചെയ്തത്, യേശു അവിടെ പോയിട്ട് ഇവൻ കൊടുത്ത ആഹാരമൊക്കെ കഴിച്ച് ഇവനോട് കുശലമൊക്കെ ചോദിച്ചു കാണും, സ്നേഹ സംഭാഷണമൊക്കെ നടത്തി കാണും. അതിനുശേഷം യേശു ഇങ്ങനെ പോരുകയും ചെയ്തു. നമുക്ക് ഇന്ന് പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പാഠം യേശു അതിന് തരുന്നുണ്ട്. എന്താ അറിയാമോ? നിശ്ചയമായിട്ട് യേശു അവനോട് സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യനും പഠിപ്പിക്കാത്തവന്റെ അറയ്ക്കുന്നവന്റെ കയ്യിൽ നിന്ന് ആഹാരം വാങ്ങി കഴിച്ചപ്പോൾ നിശ്ചയമായിട്ടും യേശു ഒരു സുവിശേഷം അവനോട് പറയാതെ പറഞ്ഞിട്ടുണ്ട്. ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സുവിശേഷം പറയാതെ പറയാൻ നമ്മൾ ഇനിയെങ്കിലും പഠിക്കണം സ്നേഹമുള്ളവരെ. 10,000-2000 വർഷമായിട്ട് നമ്മൾ ഈ കൺവെൻഷനും പ്രാർത്ഥനയും ഒക്കെ നടത്തുവാണേ. ഏതെങ്കിലും ഒരു മനുഷ്യന് ഇതൊന്ന് കണ്ടിട്ട് ദൈവത്തെ അറിയാൻ തോന്നിയിട്ടുണ്ടോ? എത്ര നമ്മൾ പറയാൻ മിടുക്കരാണ്. നമ്മളിങ്ങനെ കുറെ നാളായിട്ട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വീടിന് മതിലൊക്കെ ആയപ്പോൾ നമ്മൾ നല്ല അക്ഷരത്തിൽ വചനം മതിലേൽ എഴുതുന്നുണ്ട്. ചിലർക്ക് അതൊരു നേർച്ചയായിരിക്കാം, ചിലർക്ക് അതൊരു സുവിശേഷ വേലയായിരിക്കാം. മതിലേലൊക്കെ ഇങ്ങനെ 4 ആൾ കാണുന്ന രീതി വചനം എഴുതിയാൽ ക്രൈസ്തവ പ്രേക്ഷിത വൃത്തി ചെയ്തു എന്നൊക്കെ നിർവൃതി അടയുന്ന മനുഷ്യരുണ്ട്. പിന്നെ ഇപ്പൊ വാട്സപ്പ് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ വേറൊരു ഭീകര വേർഷൻ ഇറങ്ങി. രാവിലെ വചനം വെച്ച് ഗുഡ് മോർണിംഗ് അയക്കുക. എനിക്കിതുപോലെ ഇഷ്ടമില്ലാത്തൊരു കാര്യം. എനിക്ക് എന്നും രാവിലെ വെളുപ്പിനെ ഒരു 5 മണിക്ക് മെസ്സേജ് അയക്കുന്ന ഒരു പ്രിയപ്പെട്ട ഒരു അപ്പച്ചനുണ്ട്. ദൈവം സ്നേഹമാകുന്നു, ഗുഡ് മോർണിംഗ്. അടുത്ത ദിവസം 5 മണിക്ക് വരും, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ഗുഡ് മോർണിംഗ്. എപ്പച്ച UK പോയി. ഞാൻ വിചാരിച്ച് ദൈവമേ കുറച്ച് നാള് സമാധാനമായിട്ട് ആ സമയത്തൊന്ന് കിടക്കാം. UK പോയപ്പോൾ UK ടൈമിലാണ് മെസ്സേജ് വരുന്നത്. 2:30 മണിക്ക് വരാൻ തുടങ്ങി. ആ സമയത്തൊക്കെ പറഞ്ഞാൽ ഞാൻ പോകുന്ന പള്ളിയിൽ ഒരു 2 പേര് അത്യാസന നില കിടക്കാൻ സമയമാണ്. 2:30 ഈ മെസ്സേജ് വന്ന് പേടിച്ച് എടുത്തു നോക്കുന്ന എന്തുവാ കാര്യം എന്നറിയാം. ഒന്നുമില്ല. നേര് കാണുമ്പോൾ എനിക്ക് പറയണമെന്നുണ്ട്, പൊന്നപ്പച്ച 3 തരം ബൈബിൾ എൻ്റെ മുറിയിൽ തന്നെ ഇരിപ്പുണ്ട്. എല്ലാം കൂടെ ഒരു 7 തരം ബൈബിൾ എൻ്റെ വീട്ടിലുണ്ട്. എനിക്കില്ലാത്ത പുസ്തകത്തിൽ നിന്ന് വല്ല അയച്ചു തരുവാണെങ്കിൽ എനിക്കതറിയാൻ പറ്റും. ഇതൊക്കെ സുവിശേഷ വേലയായിട്ട് നമ്മളിങ്ങനെ ധരിച്ചു വെച്ചിരിക്കുകയാണ്. ഇവിടെ തെറ്റിദ്ധാരണയാണ്. ഞാനിപ്പോൾ ഇവിടെ ഇത്രയും നേരം പറഞ്ഞേച്ച് ഇറങ്ങി പോയുമ്പോഴും ദൈവമേ ഞാൻ സുവിശേഷ വേല ചെയ്തും ചെയ്ത് ചിന്തിച്ച വലിയ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. ജീവിതം കൊണ്ട് നമ്മൾ മനുഷ്യരെ നേടിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെ പരാജയമാണ്. ഞാൻ അതിനൊരു അനുഭവ കഥയും കൂടെ പറയാം, നേരം നിങ്ങൾക്ക് ഇച്ചിരി കൂടെ മനസ്സിലാകത്തുള്ളൂ. ഈ പറഞ്ഞ ചെമ്മാശനായിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ നമ്മുടെ ഒരു പള്ളിയിൽ നിന്ന് കുറെ കുഞ്ഞുങ്ങളെ കൊണ്ട് തൃശ്ശൂർ ടൂറിന് പോയി. അന്ന് ചുമതലപ്പെട്ട അച്ഛൻ സ്ഥലത്തില്ലാഞ്ഞുകൊണ്ട് എന്നെ ഏൽപ്പിച്ചാവിട്ടെ. അങ്ങോട്ട് ചെറുപ്പക്കാരാണ്. അങ്ങോട്ട് പോയപ്പം ഭയങ്കര സന്തോഷമാണ്, തുള്ളിച്ചാടി പാട്ടൊക്കെ വെച്ച് നല്ല മൂഡിലാണ് പോകുന്നത്. തിരിച്ച് രാത്രി വരുന്ന സമയം എന്ന് പറയുന്നത് പാതിരാത്രി സമയമാണ്. 2 മണിയാവും ചെങ്ങന്നൂർ തിരിച്ചു വരാം. അപ്പോഴത്തേക്ക് ഇവരെല്ലാം മയക്കം പിടിച്ചുറങ്ങി. ആ ഒരു സമയത്ത് ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ഒരു 2 ചെറുപ്പക്കാർ
ആൺകുട്ടികൾ എൻ്റെ അടുക്ക വന്നു. എന്നിട്ട് പറഞ്ഞു, ശമാശ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ട് പറഞ്ഞു, ശമാശ എന്നെ ഇവനെ ഒരുപോലാണ് പള്ളി ശുശ്രൂഷയ്ക്ക് കയറ്റിയ മദ്ബഹായിൽ. ഞാനിപ്പോഴും കയറുന്നുണ്ട്, ഇവൻ കയറ്റം നിർത്തി, ഇപ്പം കയറുന്നില്ല, ഇവനോടൊന്ന് സംസാരിക്കാമെന്ന് ചോദിച്ചു. ഞാൻ മറ്റ് പറഞ്ഞവനങ്ങ് പോയി. മദ്ബഹായ കയറുന്നില്ലെന്ന് പറയുന്ന ചെറുക്കൻ എൻ്റെ മുമ്പ് ഇരിപ്പുണ്ട്. ഞാൻ ചോദിച്ചു, മോനെ എന്തോ പറ്റി? മോനെ നിങ്ങൾ ഒരുമിച്ച് മദ്ബഹായ കയറിയതല്ലേ, എന്തോ പറ്റി? എന്തോ മോനിപ്പം കയറാത്തതെന്ന് ചോദിച്ചു. എന്നിട്ട് ഇവൻ എന്നോടൊരു കാര്യം പറഞ്ഞു. എന്താ അറിയാം ശമാശ, ഞാനൊരു കയറാത്തതിൻ്റെ കാര്യം പറയാം, ശമാശ ശ്രദ്ധിച്ച് കേൾക്കണം. ഞങ്ങളുടെ പള്ളി, അതായത് അവൻ്റെ പള്ളി നല്ല വിസ്താരമുള്ള മിറ്റമൊക്കെ ഉള്ളൊരു പള്ളിയാണ്. നല്ല മതിൽക്കെട്ടുണ്ട്, 2 ഗേറ്റുണ്ട്, ഒരു വലിയ ഗേറ്റും ഒരു ചെറിയ ഗേറ്റും. ഒരിക്കലും ഈ പള്ളിയല്ല കേട്ടോ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുന്നുണ്ട്. ഒരിക്കലും ഈ പള്ളിയല്ല, ഞാൻ മദ്ബഹായുടെ മുമ്പിൽ നിന്നാണ് പറയുന്നത്. നമ്മുടെ ഒരു പള്ളി, ഇപ്പോൾ പേര് അഡ്രസ് അറിയേണ്ട കാര്യമില്ലല്ലോ. 2 ഗേറ്റുണ്ട് ഈ പള്ളിക്ക്. ശനി ഞായറും ഇത് തുറക്കത്തുള്ളൂ, പള്ളി തുറക്കത്തുള്ളൂ. പക്ഷേ ഗേറ്റ് എപ്പോഴും തുറന്നിട്ടേക്കുമായിരിക്കും. ആർക്കും ഈ പള്ളിക്കുള്ളിലേക്ക് എപ്പം വേണമെങ്കിലും വരാം. അന്നേരം ഇവർ സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയാണ്, ഇവരുടെ നാട്ടിൽ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്, കുറച്ച് മാസങ്ങളായിട്ട് നടക്കുന്നതാണ്. അവിടുത്തെ ഒരു അന്യസംസ്ഥാന തൊഴിലാളി, നമ്മൾ ബംഗാളി എന്നൊക്കെ ഓമനപ്പേര് വിളിക്കുന്ന ഒരു മനുഷ്യൻ, എന്നും ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ ഈ പള്ളി കോമ്പൗണ്ടിലാണ് വരുന്നത്. നമുക്കറിയാം, നമ്മളൊരു 1000 രൂപയ്ക്കൊക്കെ ഒരാളെ വീട്ടിൽ കൂലിക്ക് ജോലിക്ക് നിർത്തിയാൽ നല്ലപോലെ പണിയെടുക്കും. ഉച്ചയാകുമ്പം തണലത്ത് വന്നിരുന്ന് പുതിയ അഴിച്ച് ആഹാരമൊക്കെ കഴിച്ച് ഒരു 10 മിനിറ്റ് ഫോണൊക്കെ നോക്കിയിട്ടാണ് പിന്നെയും പണിക്ക് വരുന്നത്. അവർക്ക് ആ വിശ്രമം ആവശ്യമാണ്. ഈ പണി സൈറ്റിൽ നിന്ന് ഒരു ബംഗാളി എന്നും, ഒരു സാധു മനുഷ്യൻ എന്നും ഒരു പൊതിച്ചോറും കൊണ്ട് വരുന്ന ഈ പള്ളിക്കകത്ത് ഗേറ്റ് തുറന്ന് ഓഫീസിന്റെ സൈഡിലുള്ള ഒരു തണലത്തിരുന്ന് കഴിച്ചിട്ടാവും. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ഇരിക്കെ പള്ളി പുതിയ ഭരണസമിതി വന്നു. ഭരണസമിതിയൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പള്ളി ചെയ്യേണ്ടത്. വെറുതെ ഇരിക്കുന്ന മുറ്റത്ത് ടൈലിടുക, വെറുതെ ഇരിക്കുന്ന പള്ളി ഫ്ലൈ ഓവർ ഉണ്ടാക്കുക. അങ്ങനെ ഒരു അച്ഛൻ ചെയ്തിട്ടുണ്ട് ഒരിക്കൽ. പള്ളിയിൽ നിന്ന് ഓഡിറ്റോറിയത്തിലോട്ട് ഫ്ലൈ ഓവർ ഉണ്ടാക്കി. കാല് നീട്ടി വെച്ച് നടന്ന 2 അടി വെച്ചാൽ മതി, ഓഡിറ്റോറിയത്തിൽ ചെല്ല, ഫ്ലൈ ഓവർ ഉണ്ടാക്കി. എന്തെങ്കിലും ചെയ്തില്ല, മോശമല്ലേ? എന്നിട്ട് ഈ പുതിയ ഭരണസമിതി വന്നപ്പോൾ ഇതിലൊരാൾ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ വല്ലതും അറിയുന്നുണ്ട് ഈ നാട്ടിൽ നടക്കുന്നത്? ഏതോ ഒരുത്തൻ എന്നും ഉച്ചയ്ക്ക് പള്ളി കയറുന്നുണ്ട്. അവൻ കഞ്ചാവാണോ എന്ന് ആർക്കും അറിയാൻ വയ്യാത്ത, അനി അവൻ വഞ്ചി തൂത്തി തുറക്കാൻ വരുന്നതാണോ, പള്ളി തുറക്കാൻ വരുന്നതാണോ? അത്യാവശ്യമായിട്ട് ഗേറ്റിന് താഴിടണം, ഗേറ്റ് പൂട്ടിയൊക്കത്തുള്ളൂ. അടുത്ത കമ്മിറ്റി തീരുമാനം വെച്ചു, നിസ്സാര കാര്യമില്ല, 2 തൊടലും മേടിച്ചു, താഴും മേടിച്ചു, 2 ഗേറ്റും പൂട്ടി പള്ളി ബന്തോസാക്കി. ആകെ ശനി ഞായർ തുറക്കത്തുള്ളൂ, പള്ളി ബന്തോസാക്കി. അതിനുശേഷം ഒരു ദിവസം ഈ കുഞ്ഞ് സ്കൂളിൽ പോയപ്പോൾ, മദ്ബഹ കയറിക്കൊണ്ടിരുന്ന സ്കൂളിൽ പോയപ്പോൾ കണ്ടത് ഈ മനുഷ്യൻ ഒരു വെയിലത്തിരുന്ന് ആഹാരം കഴിക്കുന്ന. ആ രാത്രി ബസ്സിനകത്തിരുന്ന് ഇവൻ എന്നോടൊരു ചോദ്യം ചോദിച്ചു, ശമാശ, ഒരു തണൽ ആഗ്രഹിച്ച് വന്നവന് ഒരിറ്റ് തണൽ കൊടുക്കാത്ത പള്ളിയിൽ ഞാൻ ഈ കുപ്പായ ഇട്ടുകൊണ്ട് കയറിയിട്ട് ആരെ ആരാധിക്കാനാണ് ചോദിച്ചു. നമ്മുടെ ഒരു കുഞ്ഞ് നമ്മളോട് ചോദിച്ച, വിശന്ന് ഒന്ന് തളർച്ചയോടിരിക്കാൻ ശ്രമിച്ച ഒരുത്തൻ ഈ പള്ളിമുറ്റം പള്ളിമുറ്റം പോലും വേണ്ട, അതിൻ്റെ ഒരു തണൽ പോലും കൊടുക്കാൻ പറ്റാത്ത ഒരിടത്ത് ഈ അലക്കി തേച്ച വെള്ളക്കുപ്പായം വടിപോലാക്കി ഞാൻ ധൂപം വെക്കുന്നത് ആർക്കാണ് ഈ അമ്മാശാൻ ചോദിക്കുന്നുണ്ട്. ശരിക്കും നമ്മളെക്കാട്ടിലും ക്രിസ്തു ബോധി നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ട് കേട്ടോ. നമ്മൾ അവരെ പല പേരിട്ടൊക്കെ വിളിക്കും, ഒരുപാട് ഓമന പേരുകളിൽ നമ്മൾ അവരുടെ പോക്കൊക്കെ നമ്മൾ കളിയാക്കും, ന്യൂജൻ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും, റൈഡർ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. ആ കുഞ്ഞുങ്ങൾക്ക് യേശുവിനെ അറിയാം. യേശുവിന്റെ ഗന്ധമുള്ള മക്കളുണ്ട് നമ്മുടെ പള്ളിയിൽ. നമ്മൾ ചുമ്മാ അവരെ വഴക്ക് പറഞ്ഞു എടുത്തും പിടിച്ചും ശാസിച്ചും നമ്മൾ അറിയുന്നില്ല ഈ മക്കളുടെ മനസ്സെ. അതിനുശേഷം ഇന്നും ഈ പടി ചവിട്ടുമ്പോൾ എൻ്റെ ഉള്ളംകാല് പൊള്ളാറുണ്ട്. സുവിശേഷത്തിന്റെ മീതെ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു തലമുണ്ട് സ്നേഹമുള്ളവരെ. ഈ മനുഷ്യത്വം ഇല്ലാതെ എന്ത് പെരുന്നാൾ നടത്തിയിട്ടും കാര്യമില്ല. നമ്മുടെയൊക്കെ പള്ളിയിൽ ഒരു ഡയാലിസിസ് പേഷ്യന്റിന് പെരുന്നാളാവുമ്പം സഹായ അഭ്യർത്ഥനയായിട്ടൊരു കത്തെഴുതി തരുമല്ലോ. നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? 5000 രൂപ അവൻ ചോദിച്ചോളായിരിക്കും. കമ്മിറ്റിയിൽ അറിയിക്കണം, കമ്മിറ്റിയിൽ ഇവൻ വരണം, പൊതുയോഗത്തിൽ അറിയിക്കണം, പൊതുയോഗത്തിൽ വരണം. ഇവരെ 2 വൃക്കയും പോയിട്ടുണ്ടോ എന്ന് പള്ളിക്കാർക്ക് ഉറപ്പ് വരുത്തണം. അതുകൂടെ കഴിഞ്ഞ് ഇവൻ്റെ ആത്മാഭിമാനം മൊത്തം ചോർന്നെന്ന് ഉറപ്പായതിനു ശേഷം കാശ് അനുവദിക്കും. അതിലും നല്ലത് ചാകുന്നതായിരുന്നു. നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി, ഞാൻ എന്നെ കൂടെ ചേർത്താ പറയുന്നത് കേട്ടോ, നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി അത് യേശു ക്രിസ്തുവിൻ്റെ സ്പർശമുള്ളതാണോ എന്ന് പറയാൻ ഈ ഒരു ഒറ്റ അളവ് സൂത്രമേ ഉള്ളൂ. മനുഷ്യത്വം അതിലുണ്ടോ നോക്കിയാൽ മതി. അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപിനോട് എനിക്ക് ഭയങ്കര ബഹുമാന സ്നേഹമൊക്കെ ആയിരുന്നു. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ്റെ ഒരു പ്രചരണ വാർത്തകളൊക്കെ നമ്മൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. അതായത് ട്രംപ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമൊക്കെ കൊടുക്കും. ചില വീഡിയോകളിൽ നമ്മൾ കാണുന്നുണ്ട് ഈ ട്രംപ് ഇങ്ങനെ ഒരു വേദപുസ്തകം ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് സംസാരിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്.
അങ്ങനെ പറയുന്നതിൽ ഒരു ദിവസം അയാൾ പ്രത്യേകിച്ച് പറഞ്ഞു, ഞാൻ പ്രസിഡന്റായിട്ട് വന്നാൽ അമേരിക്കയിലെ ഒരു ക്രൈസ്തവനെ ഞാൻ വീട്ടിലിരുത്തത്തില്ല, എല്ലാവരെയും പള്ളി വിടും, ഞായറാഴ്ച പള്ളി പോകാനുള്ളതെന്നൊക്കെ പറയുമ്പോൾ നമ്മളങ്ങ് ഒരുപാട് പുളകം കൊണ്ട്, ദൈവമേ അമേരിക്കയുടെ അടുത്ത നേതാവ് യേശുവിനെ അറിയുന്ന മനുഷ്യനാണല്ലോ, അങ്ങനെയൊക്കെ ധരിച്ചിരിക്കുകയാണ് നമ്മളെല്ലാം. എനിക്ക് തോന്നുന്നു ഏകദേശം കൃത്യം 1 മാസമായി കാണും. രേഖകളില്ലെന്നുള്ളതിൻ്റെ പേരിൽ കുറച്ച് മനുഷ്യരെ നാട് കടത്തിയത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. കൈകാലുകളിൽ തൊടലിട്ട് മൂത്രം ഒഴിക്കാൻ പോലും പോകാൻ പറ്റാത്ത രീതിയിൽ ബന്ധിച്ച് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ 48 മണിക്കൂർ ഫ്ലൈറ്റിൽ കയറ്റി നാട്ടിലോട്ട് അയച്ചു. പറയുമ്പോഴും പോകുമ്പോഴും ഇതിങ്ങനെ കൈപിടിക്കുന്നതിൽ വല്ല കാര്യമുണ്ടോ? ചിലരങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത്. പോകുന്നിടത്തൊക്കെ ഇത് കൊണ്ട് നടന്ന ഏതാണ്ടാന്ന് ഒരിക്കലും ഇല്ല. ചെയ്യുന്ന പ്രവൃത്തിയിൽ യേശുവിൻ്റെ ഒരു സ്പർശമുണ്ടോ? ഞാൻ വാക്കുകൾ ചുരുക്കട്ടെ സ്നേഹമുള്ളവരെ. യേശു അവനോട് പറയാതെ പറഞ്ഞു, ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട്, നമ്മുടെ സംസാരം കൊണ്ട്, നമ്മുടെ സ്പർശം കൊണ്ട് കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഏതെങ്കിലും ഒരു മനുഷ്യനോട് ഈ നോമ്പുകാലത്ത് പറയാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഈ നേരെ വരുന്നവനെയൊക്കെ കാണുമ്പോൾ ഒന്ന് ചിരിക്കാം, എല്ലാം കഴിച്ചോ എന്ന് ചോദിക്കാം, വീട്ടിലൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഒരു പ്രായമുള്ളവരെയൊക്കെ കണ്ടാൽ ഇന്ന് ചോദിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ക്വസ്റ്റ്യൻ ഈ വീട്ടിൽ ആരുണ്ടെന്നുള്ളതാണ്. കൂടെ ആരുണ്ട്? മിക്കവർക്കും കൂടെ ആരുമില്ല. മക്കളെവിടാണ്? ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതും കൂടെ ഈ നോമ്പിന്റെ വ്രതങ്ങളുടെ ഭാഗമാണെന്ന് മാത്രം ഞാൻ ഓർപ്പിക്കുന്നുള്ളൂ. നോമ്പുകാലം കഴിയാൻ പോകുന്നു. നിങ്ങൾ പരിചയിച്ച യേശു എങ്ങനെയുള്ള യേശുവാണ്? അനുഗ്രഹങ്ങൾ കൊടുക്കുന്ന ആളാണോ? എല്ലാവരെയും ഇങ്ങനെ താഴ്ന്ന ജീവിതാവസ്ഥയിൽ ഉയർത്തുന്ന ആളാണോ? വെള്ളം വീഞ്ഞാക്കുന്ന ആളാണോ? അപ്പം വർദ്ധിപ്പിക്കുന്ന ആളാണോ? നിങ്ങൾ പരിചയിച്ച യേശു എങ്ങനെയാണ്? ഞാൻ എങ്ങനെ സുവിശേഷം വായിച്ചിട്ടും ഈ കരയുന്ന യേശുവിനെ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. എബ്രായ ലേഖനം 5-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം, നിലവിളിച്ച് കരയുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണാൻ പറ്റും. ഈ കുരിശിലേക്ക് നോക്കുമ്പോഴും 33.5 വർഷക്കാലം യേശുവിൻ്റെ മുഖത്തു നിന്നൊഴുകിയ കണ്ണുനീരാണ് അവസാന സമയത്ത് അവൻ്റെ ശരീരത്തിൽ നിന്നൊഴുകിയ രക്തത്തെക്കാട്ടിലും കൂടുതൽ ഈ കുരിശെ കാണാൻ പറ്റുന്നത്. ഒരു കണ്ണുനീരിൻ്റെ ഒരു നനവ് ഈ കുരിശിലുണ്ട്. അതിൻ്റെ മീതെ ചോര വീഴുന്നുള്ളൂ. അതുകൊണ്ട് ആ യേശു സങ്കടങ്ങൾ അനുഭവിക്കുന്ന ആ കർത്താവ് ഒരു കുഷ്ഠരോഗിയുടെ വീട്ടിൽ പോകുന്ന എന്തിനാണ്? അവൻ്റെ കണ്ണുനീരൊപ്പാൻ. ആ കണ്ണുനീരൊപ്പുന്ന കർത്താവ് ഇന്നും നമുക്കിടെ ജീവിക്കുന്നുണ്ട്. അവൻ്റെ കണ്ണുനീരൊപ്പുന്ന സ്പർശമേറ്റിട്ട് നമുക്കും മറ്റു മനുഷ്യരുടെ സങ്കടങ്ങൾ കേൾക്കാൻ ഒരു വിളിയുണ്ട്. ഏറ്റവും അവസാനം ജീവിതം കൊണ്ട് ഈ സുവിശേഷം ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? വലിയ പ്രഭാഷണങ്ങളോ വലിയ ഫ്ലെക്സ് ബാനറുകളോ വലിയ വീഡിയോകളോ ഒന്നുമില്ലാതെ വളരെ നിശബ്ദമായ ഒരു ജീവിതം കൊണ്ട് യേശുവിനെ പകർന്നു കൊടുക്കാൻ നമുക്ക് പറ്റും. ഈ കാലത്തിൻ്റെ വെല്ലുവിളിയാണ്. അതിന് ഈ നോമ്പുകാലം നമുക്കിടയാക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ഓരോ തവണ ഈ ശ്ലീബായിലേക്ക് നോക്കുമ്പോഴും നമ്മുടെ എല്ലാ ആന്തരിക പ്രയാസങ്ങളും മാറി സൗഖ്യം കിട്ടട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നമ്മളെ സഹായിക്കട്ടെ. ഈ ഒരു അവസരം തന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഹഗറിനെ പോലെ ഞാൻ കരഞ്ഞപ്പോൾ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോൾ, ഹഗറിനെ പോലെ ഞാൻ കരഞ്ഞപ്പോൾ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോൾ, മരുഭൂമിയിൽ എനിക്കു ജീവജലം തന്നെന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. മരുഭൂമിയിൽ എനിക്കു ജീവജലം തന്നെന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ
സഹായിച്ചു. ഇപ്പോൾ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുവാൻ തക്കോണം പ്രാർത്ഥനായോഗത്തിൻ്റെ അംഗമായ MJ വർഗീസ് അവറുകളെ ക്ഷണിക്കുന്നു. ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വന്ദനായ പ്രിൻസ് അച്ഛൻ, വന്ദനായ ജീവൻ ജോസഫ് അച്ഛൻ, കർത്താവിൽ പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ഏവർക്കും ക്രിസ്തു യേശുവിൻ്റെ സ്നേഹ വന്ദനം. നമ്മൾ ഉദ്ധിതനായ യേശു ക്രിസ്തുവിനെ കാണാൻ വേണ്ടിയുള്ള യാത്രയിൽ, ഒരുമിച്ചുള്ള യാത്രയിൽ ഏതാണ്ട് 29 ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അച്ഛനിവിടെ സൂചിപ്പിച്ചതുപോലെ തൻ്റെ മരണം മുന്നിൽ കാണുന്ന സമയത്ത് പോലും മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ പങ്കെടുക്കാൻ, അവർക്ക് ആശ്വാസം കൊടുക്കാനായിട്ട് ശ്രമിച്ച ഒരു യേശു ക്രിസ്തുവിൻ്റെ അനുയായികളാണ് നമ്മൾ. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഈ യേശു ക്രിസ്തുവിലേക്ക് നടന്നെടുക്കാനുള്ള മാർഗങ്ങളാണ്. പക്ഷേ നമ്മുടെ നോമ്പും ഉപവാസവും ചേർന്നുള്ള പ്രാർത്ഥനകൾ നമ്മുടെ നടന്നെടുക്കുന്നതിന് പകരം പറന്നെടുക്കാനുള്ള ഒരു മാർഗമാണ്. അതായത് അത് ദൈവത്തിങ്കിലേക്ക് അടുക്കാനുള്ള സ്പീഡ് കുറച്ചുകൂടെ കൂടും. തീർച്ചയായിട്ടും ഈ നോയമ്പുകാലമാണെന്നുണ്ടെങ്കിൽ അച്ഛൻ പറഞ്ഞ പോലെ സുവിശേഷം കൊണ്ട് യേശുവിനെ കാട്ടിക്കൊടുക്കുകയല്ല, മറിച്ച് നമ്മുടെ പ്രവൃത്തി കൊണ്ട് യേശുവിനെ കാട്ടിക്കൊടുക്കാനായിട്ട് നമുക്ക് ഈ നോയമ്പ് കാലത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നോമ്പ് അർത്ഥവത്താകും. തീർച്ചയായിട്ടും ആ രീതിയിൽ ഈ നോയമ്പുകാലം നമ്മുടെ പരിശുദ്ധ രൂഹയാണ് അതിനുവേണ്ടി സഹായിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഇന്ന് നമ്മളെ ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു വചനത്തിൽ അല്ലെങ്കിൽ വേദപുസ്തകത്തിലെ ഒരു വാക്യത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു സുവിശേഷമല്ല, അല്ലെങ്കിൽ ഒരു പ്രസംഗമല്ല അച്ഛൻ നടത്തിയത്. മറിച്ച് നമ്മളെ ആണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ തന്നെ നമ്മുടെ പ്രവൃത്തിയും എല്ലാം എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ആ രീതിയിലുള്ള നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്ന രീതിയിൽ ഒരു നമ്മളെ ആണെങ്കിൽ പഴയ കാലത്തിലേക്കാണെങ്കിലും നമ്മുടെ ഈ എങ്ങനെ വേണം ഒരു നോയമ്പുകാലം നമ്മുടെ ക്രിസ്ത്യാനികളായ നമ്മുടെ പ്രവൃത്തി കൊണ്ടാണ് കാണിക്കേണ്ടതെന്നാണ് അച്ഛനാണെങ്കിൽ നമ്മളെ ബോധ്യപ്പെടുത്തിയത്. ആ രീതിയിൽ നല്ലൊരു ദൂത് നമുക്ക് തന്ന ജിതിൻ ജോസഫ് അച്ഛന്, മാർ ബെസേലിയോസ് പ്രാർത്ഥനായോഗത്തിന്റെ പേരിലും നമ്മുടെ ഇവിടെ കടന്നു വന്നിരിക്കുന്ന മുഴുവൻ ആൾക്കാരുടെ പേരിലും ഹൃദയം നിറഞ്ഞ് നന്ദി അച്ഛനെ. നമ്മുടെ ഈ കോർണർ മീറ്റിംഗ് ആണ് നിയന്ത്രിച്ച നമ്മുടെ പ്രിൻസ് അച്ഛൻ, ഔപചാരികതയുടെ പേരിൽ മാത്രം അച്ഛനെ മാർ ബെസിലിയോസ് പ്രാർത്ഥനായോഗത്തിന്റെ പേരിലും ഇവിടെ കടന്നു വന്നിരിക്കുന്ന മുഴുവൻ ആൾക്കാരുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് ബെസേലിയോസ് പ്രാർത്ഥനായോഗത്തിന് നേതൃത്വം കൊടുക്കുന്ന കോർണർ മീറ്റിംഗ് ആണ്. ഇന്നും കാര്യമായിട്ടാണെന്നുണ്ടെങ്കിൽ കുറവില്ലാതെ തന്നെ ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ കടന്നു വന്നിരിക്കുന്ന മുഴുവൻ ആൾക്കാരെയും ഒറ്റ വാക്കിലാണെങ്കിൽ നമ്മുടെ ബെസേലിയോസ് പ്രാർത്ഥനായോഗത്തിന്റെ പേരിൽ മുഴുവൻ ആൾക്കാർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിർത്തുന്നു. പ്രത്യേക നന്ദി രേഖപ്പെടുത്തിയ പ്രിയ റീച്ചാനോടുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം നമ്മുടെ കാര്യങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യുന്ന നമ്മുടെ പ്രധാന ശുശ്രൂഷകൻ, ഇന്ന് എൻ്റെ ജന്മദിനം നിങ്ങൾ ആഘോഷിച്ചു സന്തോഷം. ഇന്നലെ അദ്ദേഹത്തിൻ്റെ ജന്മദിനമായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ പൊന്നച്ചായനും എല്ലാ ജന്മദിന ആശംസകളും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇന്ന് കുർബാനയിൽ എനിക്കറിയാം നമ്മുടെ പള്ളിയിൽ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന 4 പേരുണ്ട്. ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഒരു കുടുംബമാണ്. പ്രത്യേകിച്ച് എല്ലാവരെയും ദൈവസന്നിധിയിൽ ഓർക്കുന്നു. ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി പ്രിയ അച്ഛനോടും കടന്നു വന്ന എല്ലാവരോടും ഈ സന്ദേശം മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം അതിൻ്റെ ലൈവ് സ്ട്രീമിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ജിതിനോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും പ്രാർത്ഥനയിൽ സമർപ്പിക്കുന്നു. നമുക്ക് എഴുന്നേക്കാം. സമാപന പ്രാർത്ഥനയ്ക്ക് ശേഷം പ്രാർത്ഥനയോഗം ക്രമീകരിച്ചിരിക്കുന്ന ലഘുഭക്ഷണത്തിൽ കൂടി നിങ്ങൾ സഹകരിക്കണം എന്നുള്ളത് സ്നേഹത്തോടെ അറിയിക്കുന്നു. എല്ലാ പ്രവർത്തനങ്ങളും ബെസേലിയോസ് പ്രാർത്ഥനയോഗത്തിൻ്റെ ചുമതലപ്പെട്ടവരോട് നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം സ്തോത്രം കർത്താവേ, സ്തോത്രമതായിരമായിരമായി
എൻ്റെ കർത്താവേ, നിനക്ക് സ്തുതി, സ്തുതി, നിനക്ക് സ്തുതി. ആയിരങ്ങളുടെ ആയിരവും അളവൂടാതെ നിനക്ക് നമസ്കാരം കേൾക്കുന്നവനേ. യാചനകൾ ബർക്കുമോർ ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ളതിൻ്റെ തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തോളണമേ. ശുദ്ധമായ ഉത്രാജയമുള്ള ശ്ലീഭായങ്ങളെ മറച്ചോളണമേ. ശുദ്ധമുള്ള റോഹ, ശുദ്ധമുള്ള എന്നോട് ഇരുപ്പിൻ്റെ അവനങ്ങളായി ഞങ്ങളെ ക്ഷമിക്കണമേ. ദൈവമായ കർത്താവേ, നിരമുഖിലും എല്ലാ സമയത്തിലും ദൈവത്തിൻ്റെ രംഗിഴങ്ങളെ മറച്ചോളണമേ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം ഓരോരുത്തരോടുകൂടെയും നമ്മുടെ ഇടവകയോടുകൂടെയും നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ രോഗികളായിരിക്കുന്നവരോടുകൂടെയും ദൂരെയും ചാരയുമുള്ള നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരോടുകൂടെയും ഇപ്പോഴും നീക്കം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. Thank you for watching this video. Please like, share and subscribe for my channel, the FOS Media HD.